സ്റ്റാർട്ട്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു എന്താ പറയുക, ചർച്ചയുടെ ടൈറ്റിൽ ദ എക്കണോമിക്സ് ഓഫ് പോവർട്ടി, ആക്ക വിൽഫുൾ പോവർട്ടി ഈസ് ബ്ലിസ്. അപ്പോൾ ഇപ്പൊ നമ്മളെല്ലാവരും ഒരു മധ്യവർഗ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചവരാണ്. മിക്ക ഇതിന്റെ ഓഡിയൻസും അങ്ങനെ ആവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിലും അവർക്ക് സ്വാഗതം. അപ്പോൾ ഈ ഇവിടെ ഇപ്പൊ ഞങ്ങളൊരു ഗ്രൂപ്പ് നടത്തിയ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഈ ആശയം. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ, അതായത് ഈ എംപ്ലോയി ആയിട്ട് ജീവിക്കണോ ആണോ, അത് ഓണ്ടർപ്രണർ ആവണോ, ഇനി ഓണ്ടർപ്രണർ ആയാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത പശ്ചാത്തലത്തിൽ ആണ് വന്നത്. ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് സേവിങ്, ഇതെല്ലാം ഈ ചർച്ചയിൽ വന്നു. അപ്പോ ഫസ്റ്റ് ചോദ്യം തന്നെ, ഓക്കെ, വൈ ഷുഡ്, ഇപ്പൊ നമ്മൾ റിച്ച് ആവാന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടോ ഒരു കാര്യമുണ്ട്, ഇഫ് സംബഡി ഈസ് ഇന്റലിജന്റ് ഹി വിൽ ബി റിച്ച് എന്നുള്ളൊരു മിത്ത് സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, അപ്പോ ഈ എന്താ പറയാ, ഹൗ ഇന്റലിജന്റ് ആർ യു എന്നാണ് പണ്ട് ചോദിച്ചിരുന്നത്. അതായത് ഒരു 1990 വരെ ഓക്കെ, നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആണെന്ന് ചോദിച്ചിരുന്നത്. കാരണം പീപ്പിൾ വർ ലിവിങ് ഇൻ സം കൈൻഡ് ഓഫ് എ കമ്മ്യൂൺ കൈൻഡ് ഓഫ് എ ഇത്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ കേമൻ അല്ലെങ്കിൽ ഹൗ ഇന്റലിജന്റ് ആർ യു എന്നുള്ളതാണ്. പക്ഷെ ആസ് ദ സൊസൈറ്റി ഇവോൾവ്, ഇന്റലിജൻസിന്റെ ക്രൈറ്റീരിയം ബ്രോഡൻഡ് ആയി. അങ്ങനെ ഹോവാർഡ് ഗാർഡിനർ എന്ന് പറഞ്ഞ പുള്ളി 9 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് ഡിസ്കഷൻ ഹൗ ആർ യു ഇന്റലിജന്റ് എന്നുള്ള ലെവലിലോട്ട് മാറിയത്. അതായത് അപ്പോ പണ്ട് വെർട്ടിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ സ്റ്റേക്ക് എങ്കിൽ, ഇന്ന് ആ ഇന്റലിജൻസ് കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇപ്പോ ഹവാർഡ് ഗാർഡനറിന്റെ കേസിലാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അനലിറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, വെർബൽ ഇന്റലിജൻസ് ഉണ്ട്, സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, പിന്നെ എന്താ പറയാ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് നമ്മളൊരു വേറെ വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 9 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെർട്ടിക്കൽ ഇന്റലിജൻസ്, ഇഫ് സംബഡി ഈസ് ഗുഡ് ഇൻ മാത്ത്, അതാണ് ഏറ്റവും കൂടുതൽ ഇതിന്. ഇപ്പൊ സയൻസ് അറിയാം, ഫിസിക്സിൽ ബ്രൈറ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു ഇതിരുന്നത്? പക്ഷെ അത് അക്കാഡമിക്സിലൊക്കെ വലിയ ഗുണം ഉണ്ടാകുന്നുണ്ട്, ലൈഫിൽ വലിയ പ്രസക്തി ഒന്നും അങ്ങനത്തെ സാധനത്തിന് ഇല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. ഫിസിക്സ് പഠിച്ചിട്ട് ഫിസിസിസ്റ്റ് ആയ തന്നെ അറ്റ്ലീസ്റ്റ് തോറ്റു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് ചെയ്യാന്നുള്ളൊരു തമാശ പോലും ഉണ്ട്. ഓക്കെ, അപ്പോ അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എന്തിനാണ് നമ്മൾ റിച്ച് ആവുന്നത്? നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവാനാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോ ഈ അവിടെ ഒരു പാരഡോക്സ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എവിടെയെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ആ പ്രോഗ്രസിന്റെ കാരണം, അതായത് അതിന്റെ കാരണത്തിന്റെ പാറ്റേൺ സീക്കിങ് ബിഹേവിയർ ഹ്യൂമൻസിനുള്ളത് കൊണ്ടും ഏജന്റ് സീക്കിങ്ങും ആണ് ഹ്യൂമൻസ്. അപ്പൊ ഒരു സ്ഥലത്ത് നല്ല കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ മനോധർമ്മത്തിനനുസരിച്ചുള്ള ഒരു കാരണക്കാരനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. അതായത് ഇപ്പൊ നരേന്ദ്രമോദി ഗുജറാത്തിനെ മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? അതേ അണ്ണാ ഹസാരെ മറ്റേ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കറപ്ഷൻ വിളിച്ചു വരുത്തി വന്ന ഒരു നാഷണൽ ആങ്കർ ആണ് നരേന്ദ്രമോദിക്ക് ഫസ്റ്റ് ടൈം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേതാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഓഫ് കോഴ്സ് ഗുജറാത്ത് അഡ്മിനിസ്ട്രേഷൻ വാസ് എ സെക്കൻഡറി കീ. അപ്പോ ഈ എന്താ പറയുക, അപ്പൊ നമ്മള് ഇത്, പക്ഷെ വേറൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അതായത് ഗുജറാത്ത് റൈറ്റ്സ് ഉണ്ടാവുകയും ഗുജറാത്ത് റൈറ്റ്സിൽ നരേന്ദ്രമോദി എന്താ പറയാ ഇനാക്റ്റീവ് ആയിരുന്നു എന്നുള്ള പ്രൊപ്പഗാൻഡ ബാക്ക് ഫയർ ചെയ്തപ്പോ ഉദിച്ച താരമാണെന്നുള്ളത് വേറൊരു ഇതുണ്ട്. പിന്നെ ഇതും കൊണ്ടൊന്നുമല്ല, RSS എന്നുള്ള ഒരു സാമൂഹ്യ സംഘടനയുടെ റോളുണ്ട് ഇന്ത്യയിൽ ഒരു പോളിസിയൊക്കെ പുള്ളിക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു ബ്രോഡ് സോഷ്യൽ ബേസ് ഉള്ളതും കൊണ്ടാണ്. അപ്പോ മോഡി എന്നുള്ളത് ഒരു മോഡിയുടെ വ്യക്തിത്വത്തിൽ, പിന്നെ വൺസ് മോഡി ആയി കഴിഞ്ഞാൽ പിന്നെ മോഡിയുടെ ട്രേറ്റ്സ്, മോഡിസം, മോഡിനോമിക്സ് എന്നൊക്കെ പറഞ്ഞ ബുക്കൊക്കെ ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന മാതിരി തന്നെ നമുക്ക് എന്താ പറയാ, ഓക്കെ, ഇറ്റ് വാസ് എ ഗുഡ് തിങ് ഫോർ ഇന്ത്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതാണ് ഇതിന്റെ. അപ്പൊ നമ്മൾ എവിടെയും ഒരു ഏജന്റിനെയാണ് ഇത് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർ പറയും, ഓ മോഡി ഉണ്ടായിട്ട് കാര്യമില്ല, അമിത്ഷാ ഉള്ളതുകൊണ്ടാണ്. ചിലർ പറയും നിതിൻ ഗഡ്കരി ഹൈവേ ഉണ്ടാക്കിയോണ്ടാണ് ഇതിന്. അപ്പൊ പീപ്പിൾ വിൽ സെർച്ച് ഫോർ ഏജൻസി. അപ്പൊ നമ്മൾ കാണുമ്പോ ഇപ്പോ എന്താ പറയാ, വാറൻ ബഫെ, വാ എന്നാ ഇതാണ്. പക്ഷെ ഈ എന്താ പറയാ, പണ്ടൊരു ചൊല്ല് പറഞ്ഞ കാര്യം,
എ റിച്ച് മാൻ ഈസ് എ പുവർ മാൻ വിത്ത് ലോട്ട് ഓഫ് മണി. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു റിച്ച് ലൈഫ് നയിക്കാനുള്ള കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാല് ജന്മന ഉണ്ടോന്നുള്ളതല്ല, ഫാമിലിയുടെ സ്ട്രക്ചർ. അപ്പൊ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം ഇതില് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ട്രഡീഷണൽ ബിസിനസ് ഹൗസസിന് ട്രേഡേഴ്സ് ആണെങ്കിലും ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെങ്കിലും ഈ അവരുടെ ഇടയിലൊക്കെ ഭയങ്കര പൊളിറ്റിക്സും പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലതൊക്കെ ഇപ്പൊ എന്താ പറയാ പല ഇഷ്യൂസും ഒക്കെ നമ്മൾ പുറത്ത് കാണാറുണ്ട്. അപ്പൊ ഇറ്റ്സ് നോട്ട് അതേമാതിരി പൊളിറ്റിക്കൽ ഫാമിലീസിനൊക്കെ വലിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ ടു ബി ആ ഏജൻസി ഇലൂഷൻ, അല്ലെങ്കിൽ അയാളെ മാതിരി ആവണം, അല്ലെങ്കിൽ ഐ ഷുഡ് ബിക്കം ദ നെക്സ്റ്റ് സബീർ ഭാട്ടിയ, പണ്ട് ഹോട്ട്മെയിൽ ഉണ്ടായിരുന്ന സമയത്ത് വേണമെങ്കിൽ ഇപ്പോ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചാബല്യമായിട്ടാണ് കാണുന്നത്. അത് കുറെ പേര് എപ്പോഴും സൊസൈറ്റി കുറെ റോൾ മോഡൽസിനെ ബിൽഡ് ചെയ്യും, അതിന്റെ പുറകിൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിച്ച് ആവാനുള്ള പ്രവർത്തനമുള്ളതും കൂടി ഇല്ലാണ്ടാവും എന്നുള്ളതാണ് ഒരു ഇതാണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് പീപ്പിൾ ഡു വെൽ ഇൻ ലൈഫ്, ഐ ആം ഡൂയിങ് വെൽ ഇൻ ലൈഫ് ദെയർഫോർ ഐ ആം സ്മാർട്ട് എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ സ്മാർട്ട് പീപ്പിൾ ഡു മെഷീൻ ലേണിംഗ്, ഐ ആം ഡൂയിങ് മെഷീൻ ലേണിംഗ് ദെയർഫോർ ഐ ആം സ്മാർട്ട്. അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായവൈകല്യമാണ്, അഫേമിങ് ദ കോൺസിക്വന്റ് എന്നുള്ള ന്യായവൈകല്യമാണ്. അപ്പൊ നിക്കോളാസ് തലേബ് പുള്ളിയുടെ ഫോൾഡ് ബൈ റാൻഡംനെസ് എന്നുള്ള ബുക്കിൽ ഒരു ആപ്റ്റ് കോട്ട് ഉണ്ട്. അതായത് ഇഫ് യു ആർ ദാറ്റ് റിച്ച് വൈ ആർ ഇൻ യു സ്മാർട്ട്. ഓക്കെ, അത് ശരിക്കും അഫേമിങ് ദ കോൺസിക്വന്റ് ഫലസി പറയാൻ വേണ്ടിയാണ്. അപ്പോൾ സ്മാർട്ട്നെസ് റിച്ച്നെസ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ള രീതിക്കുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അടുത്തതാണ് ഈ അച്ചീവ്മെന്റ്. ഇപ്പൊ ഒരാളെ അയാളുടെ അച്ചീവ്മെന്റ് വെച്ച് ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, ഹീസ് CXO ഓഫ് സംതിങ്, ഹീസ് വർക്കിംഗ് ഇൻ ആമസോൺ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പൊ ആമസോണിൽ കയറുക എന്നുള്ളത് ഒരു സ്റ്റാൻഡിങ് ഔട്ട് ഫ്രം ദ ക്രൗഡ് ആണ് ഇപ്പോഴും. അതായത് ഗ്രൂവലിംഗ് 1500 അൽഗോറിതംസ് ഒക്കെ കുത്തിയിരുന്ന് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവനൊരു സോംബി ആയിരിക്കണം. അതിനർത്ഥം ആമസോണിലുള്ളവരെല്ലാവരും സോംബി ആണെന്നല്ല. ചെറുപ്പത്തിലെ അങ്കിളിന്റെ പ്രേരണയോടെ IIT പഠിച്ചവരൊക്കെ അത് നാച്ചുറൽ ആയിട്ട് എടുക്കാം, അവർക്ക് ബഡ് സ്ട്രെങ്ത് ഉണ്ടാവും അത് ചെയ്യാൻ. അല്ലെങ്കിൽ അവർക്കൊരു ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അതായത് ദേ ഗെറ്റിംഗ് ഇൻ ടു IIT ഓർ REC ഓർ എലീറ്റ് കോളേജ് ഈസ് നോട്ട് എ ഫ്ലൂക്ക് എന്ന് കാണിക്കാൻ വേണ്ടി അവിടുത്തെ അലൂമിനിയം നെറ്റ്വർക്കിന്റെ പുള്ളിൽ ജീവിക്കുന്നവരാണ് മിക്കവരും. പലരുടെയും ടെമ്പർമെന്റ് അവരുടെ അച്ചീവ്മെന്റിന്റെ ഇത് മാച്ച് ചെയ്യാറില്ല. അപ്പൊ അതൊരു വലിയൊരു മിസറിയാണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണത് ഒരു 10 കൊല്ലം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കരിയറെ കണ്ടെത്തി ആൾക്കാരുടെ പ്രേരണയിൽ ഓണ്ടർപ്രണർഷിപ്പിൽ പോയിട്ട് ഈ എന്താ പറയാ കളസം കയറിയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ജീവിതം ഞാൻ ഇങ്ങനെ എപ്പോഴും കണ്ടോണ്ടിരിക്കുക. അപ്പൊ ടെമ്പറമെന്റും നിങ്ങൾ വാട്ട് യു സ്ട്രൈവ് ഫോർ അത് തമ്മിലുള്ള ഒരു സിനർജി നോക്കിയില്ലെങ്കിൽ ഇവൺ ഇഫ് യു ആർ എ വിന്നർ, ഓക്കെ, യു വിൽ ബി ഇൻ ദ റാറ്റ് റേസ് ആൻഡ് ദെൻ യു വിൽ ബി ദിസ് തിങ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓസ്മോസിസ് ആണ്. അത് ചുറ്റുമുള്ളവർ ഇപ്പൊ ചില കമ്പനികളിൽ ഒരു പൊസിഷനിൽ 4 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ ഒക്കെ മുകളിലോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹി കനോട്ട് ദിസ് തിങ്. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഓപ്ഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ആർ വർക്കിംഗ് വിത്ത് ആമസോൺ, ഓക്കെ, ബട്ട് യു ക്യാൻ ഗോ ആൻഡ് ജോയിൻ ഇൻ എ സ്മോൾ കമ്പനി. അപ്പൊ എന്തൊറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും സ്ട്രെസ് ഉണ്ടാവില്ല, യു വിൽ ബി ഏബിൾ ടു ലേൺ മോർ. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഇപ്പൊ പൊതുവെ ഡുവേഴ്സിന് ഒരു പ്രശ്നമാണ്, വിപ്രോ, ഇൻഫോസിസ്, സർവീസ് കമ്പനീസ്, ദോസ് കൈൻഡ് ഓഫ് തിങ്. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നവരാണ് സ്റ്റേബിൾ ലൈഫും നയിക്കുന്നത്. ചിലപ്പോൾ എക്കണോമി ഓഫ് സ്കെയിൽ അവരായിരിക്കും കൂടുതൽ ഇതുണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ഗ്രോത്ത് ഓസ്മോസിസ് നമ്മളെ കൊണ്ട് പല സ്ഥലത്തെത്തിക്കും. പിന്നെ ഏറ്റവും വലിയ ഫലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഐ എം ഗോയിങ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഐ എം ഗോയിങ് ടു റിട്ടയർ അറ്റ് ഏജ് ഓഫ് 40. സി അങ്ങനെ ഒരു ലൈഫ് ഒരു വെസ്റ്റേണർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറ്റുമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഫോർച്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബന്ധുക്കൾ കടം ചോദിക്കും. അപ്പൊ കടം കൊടുത്തില്ലെങ്കിൽ അവർ മോഹം വീർപ്പിക്കും. അപ്പൊ എന്തൊട്ടെന്ന് വെച്ചാൽ ആ ബന്ധുക്കളെ അകറ്റണം. പിന്നെ ഫ്രണ്ട്സ് കടം ചോദിക്കും, അപ്പൊ ഫ്രണ്ട്സിനെ അകറ്റണം. അങ്ങനെ കുറെ കഴിയുമ്പോൾ എന്തൊട്ടെന്ന് വെച്ചാൽ 40 കഴിഞ്ഞ് റിട്ടയർ ചെയ്ത മിക്കവരും വെള്ളം അടിച്ച് 50-ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യണവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ലൈഫിൽ അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഒന്നുമില്ല. ഇതിപ്പോ ചില സ്ത്രീകളുടെ പ്രശ്നം, എന്റെ മോളെ കെട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു. പക്ഷെ മോള് വെറും, അപ്പം മോളുടെ ഭർത്താവ് വഴിയാവും. അപ്പൊ പിന്നെ ആ കുടുംബത്തെ നോക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു ലൈഫ് ഒരു ജേർണി ആയിട്ട് ഒരു ലക്ഷ്യമായിട്ട് എടുക്കുന്നുണ്ട്. ഇൻഫിനിറ്റ് ഗെയിം ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവെ എന്ന് പറയുന്നത് ഇതിന്. പിന്നെ പറയുമ്പോൾ സ്റ്റാർട്ടപ്പിൽ പോയി നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗരാജ് ഓപ്പറേഷൻ സ്റ്റാർട്ടപ്പ് എന്ന് ഞാൻ ഇവിടെ വിളിക്കുന്നില്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡിയ പയനീറിങ്ങോ അല്ലെങ്കിൽ ആ ദേശത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന വെഞ്ചറിനെയാണ് ഞാൻ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ സ്റ്റാർട്ടപ്പ് ഈ ഫണ്ട് വാങ്ങിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്സ് വളരെ കുറവാണ്. അത് ഐഡിയ പിച്ച് ചെയ്ത് ഒക്കെ പോകണം. അല്ലാത്ത ഗറാജ് ഓപ്പറേഷനും ഇൻഡിവിജ്വൽസ് ഭാര്യയുടെ മാല പണയം വെച്ച് കൊടുക്കുന്ന കമ്പനികളൊക്കെ ഈ കൂടുതൽ വേനയുള്ളൂ. ഇനിയിപ്പോ സ്റ്റാർട്ടപ്പ് വിജയിച്ചാൽ തന്നെ സ്കെയിലിംഗ് പ്രോബ്ലം അങ്ങനെ വരുമ്പോൾ വെച്ചാൽ കലണ്ടറിൽ നിന്ന് ചിലപ്പോൾ 5 6 കൊല്ലം ഇല്ലാണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ആണോ, ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റ് ഗീവ്സ് യു റിട്ടേൺ, നിഫ്റ്റി ഇത്ര കോടി, ബിറ്റ് കോയിൻ ഈസ് കമ്മിങ്, നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറകെ ഓടുമ്പോ ഓക്കെ, ഏറ്റവും വലിയ എന്താ പറയാ അതിനെ എന്താ വിളിക്കണേ, ഗാംബ്ലേഴ്സ് ഫലസി അല്ല, അതിനെ ആണെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു ഏർലി ലക്ക് ഉണ്ടാവും എല്ലാവർക്കും, ഗാംബ്ലേഴ്സ് ലക്കോ അങ്ങനെ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റിട്ടേൺ കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അപ്പോൾ എത്ര റിട്ടേൺ കിട്ടി? ലാസ്റ്റ് 3 കൊല്ലമായിട്ട് എനിക്ക് 40% കിട്ടും. എക്സ്പോഷർ ആണെന്ന് ചോദിക്കുമ്പോൾ 3-4 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവനൊരു ടെസ്റ്റിങ്ങിന്റെ ബുക്ക് പഠിച്ചിട്ട് അടുത്ത ഇന്റർവ്യൂവിന് പോയി അതിനുള്ള കിട്ടും. അപ്പോൾ പറയും ഞാൻ കമ്പനി ഓടിക്കാനാണ്. കമ്പനി ഓടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഓഫ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. എല്ലാ ദിവസവും കാലത്ത് 9 മണി മുതൽ 3:30 വരെ മറ്റേ NSE ടെർമിനലിൽ ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ ബിറ്റ് കോയിൻ, ഫിയറ്റ് കറൻസി ഈസ് ഗോയിങ് ടു ഗോ ഫോർ എ ഡൈവ്. അപ്പൊ കോമൺ സെൻസ് പറഞ്ഞാൽ അറിയാം. അതായത് ഇപ്പൊ അധികാരത്തിലിരിക്കണവര് ഫിയറ്റ് കറൻസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അവരൊരിക്കലും ബിറ്റ് കോയിനൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ ഓർ ആൾട്ടർനേറ്റ് കറൻസീസ് ആർ അതൊരു വേറൊരു ഗെയിമാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു മനോരോഗമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. അതായത് ഇപ്പൊ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല, അൾട്ടിമേറ്റ്ലി ലോ ഓഫ് ദ ലാൻഡ് വിൽ വിൻ. അതായത് എവർ സിൻസ് മറ്റേ എന്താ പറയാ നമ്മുടെ സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ള ഇതിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒപ്പിടുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ വിൽ ട്രേഡ് സം ഓഫ് ഹിസ് ഫ്രീഡം ടു ഗെറ്റ് ഹിസ് റോഡ്സ്, മിലിറ്ററി ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ സോഷ്യൽ കോൺട്രാക്ടിനെ സ്മാർട്ട് കോൺട്രാക്ട് വെച്ച് റീപ്ലേസ് ചെയ്യും, ഇത് രണ്ടും സിന്തസൈസ് ചെയ്യും. ആ കൈൻഡ് ഓഫ് ഇതൊക്കെ പോയിട്ട് വെറുതെ എന്താ വെച്ചാൽ കാലത്ത് എണീറ്റിട്ട് എന്താ പറയാ, ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഈസ് ഗോയിങ് ടു ബൈഡൻ ഈസ് ഗോയിങ് ടു സെൽ $60 billion വർത്ത് ബിറ്റ് കോയിൻ ടു XXX സോ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ ഡൗൺ. അപ്പൊ ഈ എന്താ പറയാ, ഒരു പുള്ളിയുണ്ട് റോൺ പോള്, മൂത്രം ഒഴിച്ചാൽ പുള്ളി അതിനെ കുറിച്ചൊക്കെ പറയുന്ന. വേറെ ആൾ പറയുന്നത് റോൺ പോള് അയാളുടെ അപ്പൂപ്പന്. ഈ അതായത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. പിന്നെ മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ ഈ മറ്റേ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ്മെന്റ് മറ്റേനെ കുറിച്ച് ചിന്തിക്കുന്നത് വെച്ചാൽ ആൾറെഡി ഒരു ബേസ് റേറ്റ് നോക്കുമ്പോൾ ദേ ആർ ഓൾറെഡി റിച്ച്. അപ്പൊ വൈ ക്രേവ് ഫോർ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഇറ്റ് ഇസ് ദെയർ പേഴ്സണൽ ചോയ്സ് അൾട്ടിമേറ്റ്ലി. പക്ഷെ പലതും അവര് നമ്മുടെ സുഹൃത്തുക്കളാകുമ്പോ എന്ന് വെച്ചാല് അവരുടെ പങ്കപ്പാട് കണ്ട് നമ്മൾ വിഷമിക്കണം. അതുകൊണ്ട് അവര് ഉയർന്നു കഴിയുമ്പോൾ അവന്മാര് നമ്മളെ പിടിച്ച് മൂടോട്ട് വെക്കും. അതുകൊണ്ട് അവൻ താണു കഴിയുമ്പോൾ അവന് ബാറിൽ കൂട്ടുമ്പോൾ അപ്പൊ ചുറ്റും ഓണ്ടർപ്രണേഴ്സ് ഉള്ളത് അത്ര വലിയ ഇതല്ല. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഐഡന്റിറ്റിക്ക് വേണ്ടി ബിസിനസ് ചെയ്ത് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ പറയണ ഓക്കെ, ഞാൻ നല്ലൊരു കോളേജ് പഠിച്ചില്ല, എന്റെ മക്കളെ ഞാൻ IIT-യിൽ IIM ആക്കുന്നു പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയിട്ട് മനഃശാസ്ത്രപരമായിട്ട് കൊല്ലും. അപ്പോ ഈ ഇവിടെയാണ് ഒരു ചോയ്സ് ഇൻഡിവിജ്വൽ എടുക്കേണ്ടത്. ലൈക്ക് എവരി വൺ എൽസ് ഈ മിഡ് ലൈഫ് കരിയർ ക്രൈസിസ് ആണോ, ഈ മിഡ് ലൈഫ് കരിയർ ബോധമാണോ വെക്കുന്നത്? അതായത് ലോകം എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പാത തെറ്റാണെന്ന് തോന്നുമ്പോഴാണ് ഈ മിഡ് ലൈഫ് കരിയർ ക്രൈസിസ് എന്ന് പറയുന്നത്. അത് എനിക്ക് വേണമെങ്കിൽ സൊസൈറ്റി ബിസിനസ്സുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാപ്പാണെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? മിഡ് ലൈഫ് ക്രൈസിസ് എഞ്ചിനീയർ ചെയ്യുന്ന രീതിയിലെ നിങ്ങളെ അവര് സൊസൈറ്റിയിൽ കൊണ്ടു നടക്കുള്ളൂ. സോ ദാറ്റ് ഓക്കെ, നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് തന്ന, അതായത് ഇപ്പൊ കാറ്റ് ഹാസ് ഗോട്ട് 9 ലൈഫ്സ് എന്ന് പറഞ്ഞ മാതിരി ഒരു പ്രൊഫഷണലിൽ 3ാമത്തെ ലൈഫ് വരുമ്പോഴേക്കും അവൻ ചത്തു. പക്ഷെ അപ്പോ ഈ ഇപ്പൊ ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും പീസ്ഫുൾ കൺട്രിയാണ്? ലക്ഷക്കണക്കിന് ദരിദ്രമുള്ള കൺട്രിയാണ്. പോവർട്ടി അവരുടെ നിയോഗമാണെന്ന് വിചാരിച്ച് അവർ ജീവിച്ചോണ്ടാണ്. ഞാൻ അതിനെതിരെ ഈ സെമറ്റിക് മതങ്ങളുടെ ആശയങ്ങളുണ്ടല്ലോ, നീ അവനെ കീഴടക്കില്ലേ അവൻ ഇങ്ങോട്ട് കീഴടക്കും. അപ്പൊ ആ ഒരു സൗഹൃദ സിദ്ധാന്തം ഇല്ലാത്ത എന്താ പറയാ പലതരം തത്വങ്ങളും നമ്മൾ തലയിലേക്ക് വെച്ചോണ്ടാണ് സ്മാർട്ട് പീപ്പിൾ ആശയ ദാരിദ്ര്യം കൊണ്ട്, അവരെ ദാരിദ്ര്യം കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സെഷൻ തന്നെ വേണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ആൾക്കാരുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ദാരിദ്ര്യം അവനിൽ കൊണ്ടുവരുന്നത്, അത് ആശയപരമാവാം, സാമ്പത്തികപരമാവാം, സാംസ്കാരികപരമാവാം, അത് വെച്ചിട്ട് ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പോ ഈ എപ്പോഴും ശ്രദ്ധിക്കുക, ലുക്ക് അറ്റ് യുവർ ടെമ്പർമെന്റ്, വാട്ട് ഈസ് യുവർ ഇന്നർ കോളിംഗ് ആൻഡ് വേർ യു ആർ. മോസ്റ്റ് ഓഫൺ അത് സിംഗിൾ ആയിരിക്കും. അപ്പോ ഈ
ഇപ്പൊ നമ്മള് ലൈഫിൽ ഒപ്റ്റിമൈസ് ചെയ്യാണ്, മാക്സിമൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് 40% പേ പാക്കറ്റ് കമ്പയർഡ് ടു ബേസ് റേറ്റ്. പിന്നെ അത് നിലനിർത്താനും അതിന്റെ പൊളിറ്റിക്സ്. ഇനിയിപ്പോ എന്താ പറയാ, പണ്ടാണെങ്കിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഈ കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുരളീധരൻ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നൂലാമാലകൾ വേറെ. അപ്പോ ആർ വി റെഡി ടു ബിക്കം റിച്ച്? അത് ഈ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് റിച്ച് ഇവിടെ ഒരു വേറൊരു ഇതേത് എവറിത്തിങ് ഈസ് ആക്ച്വലി പണ്ടാണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിന് അത്ര റോൾ ഉണ്ടായിരുന്നില്ല, ഇൻഡിവിജ്വലിന്റെ എഫേർട്ടിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എല്ലാം ടോപ്പ് ഡൗൺ ഓണ്ടർപ്രണർഷിപ്പ് ആണ്. അപ്പൊ പ്രോപ്പർ ക്യാപിറ്റൽ ഇല്ലാതെ നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോബിലിറ്റി നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനാണ്. അപ്പോ ഇനിയിപ്പോ ഇത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സറണ്ടിപ്പറ്റസ് ആയിട്ട് വേറെ സ്ഥലത്തേക്ക് എത്താം. പക്ഷെ നമ്മള് ഈ നല്ല വണ്ടി എന്ന സ്പീഡിൽ ഓടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ബ്ലോക്കിൽ പെടുമ്പോ KSRTC ബസ് നമ്മളെ വെടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അതേമാതിരിയാണ് ലൈഫ്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ എറണാകുളത്തേക്ക് യാത്ര ചെയ്യാം. ഈ നിങ്ങൾ സ്റ്റഡി ആയിട്ട് പോയിരിക്കും. KSRTC ബസ് എങ്ങനെ ബസ് സ്റ്റാൻഡിൽ കയറി വന്നാലും അതിന് മുമ്പിലെത്തും, മനസ്സിലായില്ലേ? കാരണം അത് ഇടിച്ച മാറി കൊടുക്കും. അപ്പൊ ഈ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ആൾറെഡി ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ ആർ, ഇത് കാണുന്നവര് മിക്കവരും ദേ ആർ ആൾറെഡി ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ദേ ആർ ഇൻ. ഇനിയിപ്പോ അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടാക്കി അത് വിൽഫുൾ ആയിരിക്കണം, അത് കാൽക്കുലേറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് ഇത് ഈ ഓണ്ടർപ്രണർഷിപ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ട് തോറ്റാൽ അതിന്റെ എംബാരസ്മെന്റ് മിക്കവാറും വിൽ കിൽ യു. അപ്പോ ഇനിയിപ്പോ വിജയിച്ച നിങ്ങളെ ഇൻവെസ്റ്റർ പിടികൂടും, തോറ്റാ നിങ്ങളെ സൊസൈറ്റി പിടികൂടും. അപ്പോ ഇത് ഡിലമയാണോ ഇനിയിപ്പോ മനുഷ്യനിർമ്മിതമായ പ്രശ്നമാണോ എന്നുള്ളതല്ല. സോ ദ തെസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽഫുൾ പോവർട്ടി മൈറ്റ് ബി എ ബ്ലിസ്, ഈസ് ബ്ലിസ് എന്ന് ഞാൻ പറയാണ്. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് അറ്റ് വാട്ട് ആർ യുവർ ഓപ്ഷൻസ്. പ്ലേ സേഫ്. അത് പേടിയായതുകൊണ്ടല്ല കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ഒരു തരം ഡിജിറ്റൽ മായയാണ്. അത് ഏറ്റവും വലിയ ഡിജിറ്റൽ ടെക്നോളജി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എവരിബഡി തിങ്സ് ദാറ്റ് ദേ ക്യാൻ സക്സീഡ്. പക്ഷേ ഗ്രാമർ ഓഫ് ലൈഫ് ഹാസ് ഇൻ ചേഞ്ച് ഫോർ ലാസ്റ്റ് 5000 ഇയേഴ്സ്. അപ്പോ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ദ കേസ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഞാനൊരു പേഴ്സണൽ ഇത് പറയാം. ഇപ്പൊ ഞാൻ കറന്റ് ഇൻ UK ആണ്. അപ്പൊ ഞാൻ മിക്കവാറും എനിക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. മോസ്റ്റ് പ്രോബ്ലി ഐ മൈറ്റ് റിട്ടേൺ ഇൻ മെയ്. അപ്പോ ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രെഡിക്കമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ചന്തയ്ക്ക് പോയാൽ മതിയായല്ലോ. ഇനി വല്ല ആവശ്യമുണ്ടോ? 50 വയസ്സ് വരെയൊക്കെ അവിടെ കിടന്നല്ലേ, അവിടെ കിടന്ന് ഇത് ചെയ്യാൻ ഇത്രയും പൈസ മുടക്കിയില്ലേ? അപ്പോ ഇപ്പൊ അത് ഭയന്നുകൊണ്ട് ഞാനത് ഇത് ഉണ്ടായിരുന്നല്ല. അപ്പൊ ഞാൻ ഓപ്പൺ ടു വർക്ക് ഇട്ടു. ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ ആശയങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ വായിലിരിക്കണ തെറിയൊക്കെ കേൾക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പൊളിറ്റിക്കലി ഇത് ഹാൻഡിൽ ചെയ്യാതെ ഇനിയിപ്പോ നാളെ ഇംഗ്ലണ്ടിൽ പോയി ആ പൈസയൊക്കെ എനിക്ക് മുടക്കണം, ഓക്കെ, തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓടൂല. കാരണം ഓടൂല എന്ന് പറഞ്ഞാൽ then I'll be under tremendous pressure. അതായത് ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ I am now 53. People have to prove before me. I am not going to prove. Burden of proof is theirs. അതെ. അപ്പൊ നിങ്ങള് പോകുന്ന വഴി മോശമാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ബർഡൻ ഓഫ് പ്രൂഫ് അവന് കൊടുക്കുക, നിങ്ങൾ എടുക്കരുത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ എന്താണ്ടാവണേ, നിങ്ങൾ അവന്റെ വാക്കിന് ലെജിറ്റിമസി കൊടുക്കുക. then you get into places where you were not. അപ്പോ ആൾക്കാരുടെ ദാരിദ്ര്യം അത് ആശയപരമായിരിക്കാം, മറ്റേ സാമ്പത്തികമായിരിക്കാം, മറ്റേ എന്താ പറയാ സാംസ്കാരികമായിരിക്കാം. അതുകൊണ്ടാണ് the title Economics of Poverty and Willful Poverty is Bliss. Now floor is open for discussion. ഗാംബ്ലേഴ്സിലൊക്കെ അത് ബിഗിനേഴ്സിലൊക്കെ ഗാംബ്ലേഴ്സ് പാലസി. ഓക്കെ. പിന്നെ എനിക്ക് നമ്മള് ഇതിനു മുന്നേ ആ ഓണ്ടർപ്രണർഷിപ്പിന്റെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞത് ആ ഒരു പോയിന്റ്, അതായത് ക്യാപിറ്റൽ ഇല്ലാണ്ട് ഓണ്ടർപ്രണർഷിപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. ഈ ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണയം വെച്ചിട്ടുള്ള ക്യാപിറ്റൽ അല്ല, ഒരു വ്യക്തമായിട്ടുള്ള ആ
റിസ്ക് അപ്പറ്റൈറ്റ് അത് പോയിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റുന്ന ഒരു അതല്ലേ ഉദ്ദേശിച്ചത്? അതെ ക്യാപിറ്റൽ അതെ ഉണ്ട് അല്ല ഇപ്പൊ ഈ മിക്കവാറും ഇപ്പൊ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തില് ഫെയിൽ ആയി കഴിഞ്ഞാൽ മറ്റേ ലീഗൽ റിസ്ക് കുറവാ. ബട്ട് ഇമോഷണൽ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫണ്ട് ചെയ്യുന്നവൻ പോർട്ട്ഫോളിയോ വെച്ചിട്ട് ഇത് ചെയ്യും, എംപ്ലോയീസ് പൈസ അടിച്ചു പോകും. ആരാണോ ഫണ്ട് വാങ്ങിച്ച് ഈ കൺസേണിൽ ഇൻവെസ്റ്റ് ചെയ്യണത് അവന്റെ ജീവിതം കട്ടപ്പകയ. ഇവിടെ കിട്ടിയ ഇമോഷണലി കട്ടപ്പോക അതോ എല്ലാം കൊണ്ടും. അതായത് അയാൾക്ക് പിന്നെ ഫണ്ട് കിട്ടില്ല, അയാൾക്ക് റേഞ്ച് വരും. അപ്പൊ അയാളെ റേഞ്ച് എവിടെ എടുക്കും? സോഫ്റ്റ് ടാർഗറ്റ്സിനെ ചെയ്യും. അപ്പൊ അവിടെ നിന്ന് ഇപ്പോ അവിടെ നിന്ന് മറ്റേ ഇത് വന്നാലോ, ഈ പുഷ് ബാക്ക് വന്നാൽ എന്ത് ചെയ്യും? റെക്ലൂസ് ആവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ, ഇപ്പൊ ഞാൻ പറയട്ടെ, അത്രയ്ക്ക് സോഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് റോളിലോട്ടൊക്കെ ആൾക്കാർ കയറി പോകും. ഇവിടെ കിട്ടിയ ഈ അതായത് ഇപ്പൊ ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്ക് മടുത്തു, എന്തെങ്കിലുമൊക്കെ തുടങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണതിന്റെയൊക്കെ കാര്യം അവൻ അത്ര ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ല ശരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പൊ ഞാൻ കുറെ ഓണ്ടർപ്രണേഴ്സിനോട് എന്തിനാ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോ മിക്കവരും നാണേ പറയണേ. ഇന്ന് മുന്നേ പറഞ്ഞ ആൻസർ എല്ലാവരും പറയണം എന്നോട്. ഏത്? അതായത് ആരെങ്കിലും കീഴിൽ വർക്ക് ചെയ്യണ്ടേ, അടിമയാവാൻ എനിക്ക് താല്പര്യമില്ല. അല്ല ഇപ്പൊ കസ്റ്റമറിന് അടിമയാവും. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാലോ റേസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആരും പറയാനില്ല ഡെയിലി പോയി കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന്. അതായത് അറ്റ്ലീസ്റ്റ് IT കമ്പനീസ് ഒക്കെ ഒരു സോഷ്യൽ ബേസ് റേറ്റിനേക്കാളും എന്തായാലും ഈവൻ വേഴ്സ് കമ്പനികൾ പോലും ഒരു സ്റ്റാൻഡേർഡ് ഡിവിഷൻ മുകളിലാണ് കോമ്പൻസേറ്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും 30 ദിവസത്തെ സാലറി വെച്ച് 45 ദിവസം ജീവിക്കാം. അതായത് ഒരു കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം വെക്കേഷൻ കിട്ടും. പിന്നെ അടിമ എന്നുള്ളത് മാസ്റ്റർ സ്ലേവ് മോഡലിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. ലീഡർ ഫോളോവർ മോഡല് ഒരു പിയർ ടു പിയർ റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവുക. അതുണ്ടാവും. അതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ തയ്യാറായി. ഞാൻ ഉദ്ദേശിച്ചത് ഓണ്ടർപ്രണേഴ്സ് പറയുന്ന ഒരു സ്ലാങ് ആണ്. അതെ ഇവിടെ നമ്മുടെ ഇവിടെ മിക്കവാറും മാസ്റ്റർ സ്ലേവ് മോഡലിലാണല്ലോ വർക്ക് ചെയ്യണേ. ലീഡർ ഫോളോവർ എൻവയോൺമെന്റിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ലീഡർ ഫോളോവർ എൻവയോൺമെന്റിൽ റിസ്ക് എന്ന് വെച്ചാൽ പ്രൊപ്പറേറ്റർക്ക് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഇൻവെസ്റ്റ്, മറ്റുള്ളവർക്ക് വലിയ റിസ്ക് ഇല്ല. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സ്റ്റാർട്ടപ്പിലെ എംപ്ലോയീസ് എടുക്കേണ്ട ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി പന്തല് കെട്ടല. കല്യാണം മുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പന്തല് കെട്ടാൻ പോണം. അല്ല പിന്നെ അല്ല മറ്റേ അവര് ഇപ്പൊ അതായത് അവര് പറയുന്ന റീസൺ ജെന്യുവിൻലി എടുക്കുവാണെങ്കിൽ തന്നെ ഞാൻ ലീഡർ ഫോളോവർ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേത് ലാക്ക് ഓഫ്, അതായത് മീനിങ് ആബ്സെന്റ് ആയിട്ട് ഫീൽ ചെയ്യും ലൈഫിൽ. അങ്ങനെ ഉണ്ടാവാം. അതിപ്പോ അവര് പറഞ്ഞ ട്രൂ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതായത് നിങ്ങൾ അവർക്ക് ഇത് മറ്റേ ഈ ഓണ്ടർപ്രണേഴ്സ് പറയുന്ന ഇങ്ങനെ അല്ല മെയിൻ പ്രശ്നം എന്താണെന്ന് പറയാം. ഇപ്പൊ ലീഡർ ഫോളോവർ എൻവയോൺമെന്റിൽ നിങ്ങൾ ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ലീഡർ ഫോളോവർ കമ്പനി പറ്റുമോ? അങ്ങനെയല്ല, ഫൈനലി കോൾ എടുക്കണം. പക്ഷേ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടാവും. അല്ല ഈ സെർവന്റ് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നത് പിന്നെ എന്ത് മോഡലാ മാനേജ്മെന്റില്? അത് വേറെ. അതെന്താ എനിക്കറിയില്ല. അല്ല ഇതാണ് അതായത് ഇനേബിളേഴ്സ് എന്നുള്ള രീതിയിൽ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ടെർമിനോളജിയാണത്. സിസ്റ്റം ഞാൻ പറഞ്ഞെന്താ അറിയോ ചിലപ്പോ, അതായത് കാശ് ഇറക്കുന്നവർ എന്തായാലും റിട്ടേൺ നോക്കുമല്ലോ. അപ്പൊ ആ ക്യാപിറ്റലിന് ജസ്റ്റിസ് വേണം. അല്ല എത്രയാണ് അവര് നോക്കുന്ന റിട്ടേൺ എന്തായിരിക്കും ശ്രീത്ത് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് താഴ്ത്തട്ടില്ല, അല്ലെങ്കിൽ അവര് ഫുൾ മോണിറ്ററി ബേസിസിലല്ലേ അവർ ചിന്തിക്കുള്ളൂ. അവരെങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ടാന്ന് വെച്ചോ, അവര് 10x അതിൽ കൂടുതലൊന്നും ചിലപ്പോ 100x പ്രതീക്ഷിക്കരുത്. അതിലപ്പുറത്തേക്ക് അവർ പ്രതീക്ഷിക്കും. ഈ 100x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ അല്ല, വാല്യുവേഷൻ. നമ്മള് മറ്റേ
ഒരു കോസ്റ്റ് പ്ലസ് മാർജിൻ മോഡൽ ഓടുന്ന കാര്യമല്ല പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ജെന്യൂൻ ആയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ വാല്യൂ ജനറേറ്റ് ചെയ്യണം അല്ലേ? അതായത് വാല്യുവേഷൻ ജനറേറ്റ് ചെയ്യണം, വാല്യൂ അല്ല വാല്യുവേഷൻ ജനറേറ്റ് ചെയ്യണം. ആ വാല്യുവേഷൻ ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലല്ലേ അവര് കടം പിടിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർവീസസ് കമ്പനി നമ്മൾ തുടങ്ങാന്ന് വെച്ചോ, നമുക്ക് 40% മറ്റേ ഇതേ കിട്ടുള്ളൂ, എബിറ്റേ കിട്ടുള്ളൂ. മാക്സിമം 17 to 18% റിട്ടേൺ കിട്ടുള്ളൂ. അപ്പൊ അവിടെ എവിടെയാണ് റിട്ടേണിന്റെ സാധനം വരിക? അതില്ലെങ്കിൽ അതങ്ങനെ അടച്ചു വിട്ടുവരും. സർവീസസിന്റെ കൺസൾട്ടിങ് പോലെ പോകണം. അല്ല അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇവിടെ ഞാൻ പറഞ്ഞ വെച്ചാലേ ഒരു റീസെന്റ് ആയിട്ട് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഇതൊരു ബെറ്റ് ആണല്ലോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതെ, ബെറ്റാണ്. അവരുടെ ഐഡിയ വർക്ക്ഔട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടായിരിക്കും അവർ തുടങ്ങുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷനിൽ അവരുടെ ഐഡിയ വർക്ക്ഔട്ട് ചെയ്യില്ല എന്ന് തോന്നുന്നതിന്റെ ആ ഒരു ഇമോഷൻ ആ ഒരു സിറ്റുവേഷനിന്ന് ആണ് മറ്റേ പറയുന്നത്. ഞാനൊരു എംപ്ലോയി ആണോ അവിടെ, ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് പറയണത്. അങ്ങനെ തോന്നിയിട്ട് ഞാൻ മാറിപ്പോയിട്ട് എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് തോന്നണവരുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ ഞാൻ ലീഡർ അത് ഇമോഷണൽ ബിസിനസ് ആണെന്നേ പറയുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഞാനിത് പിടിച്ചത്. ഇപ്പൊ ഞാൻ ചോദിക്കണ വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ പീക്ക് 15 സെക്കോയ ഇവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജറിന്റെ ഇടയിൽ ഒരു 100 മില്യൺ ഉണ്ടെങ്കിൽ അയാൾ 10 മില്യൺ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആക്കി വെച്ചിട്ട് 30 കമ്പനിയിൽ എടുക്കുമാര് 3 മില്യൺ ഒക്കെ വെച്ച് അതിന്റെ കുറച്ച് ഫണ്ട് റിസർവ് വെക്കും ഇത് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതിലൊരു 5 or 6 വിജയിക്കാനേ അവർ നോക്കുന്നുള്ളൂ, ബാക്കി അത് കവർ ചെയ്യും. ഇങ്ങനെയാണ് അവരങ്ങനെ റിസ്ക് ഹെഡ്ജ് ചെയ്യണം. അവർ ഒരു കമ്പനിയുടെ നോക്കൂല. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ഉള്ളിലെ LP എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതായത് ലിമിറ്റഡ് പാർട്ട്ണർ. അയാളാണ് ചെക്ക് കട്ട് ചെയ്യണത് ആർക്ക് വേണ്ടി? ഓരോ കമ്പനിക്ക് വേണ്ടി. അയാളുടെ ജീവിതം കട്ടപ്പകയാ ഇത് വിജയിച്ചില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ഒറിജിനൽ തുടങ്ങിയ ത്രെഡിനെ ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിതി പറഞ്ഞത് ഓണ്ടർപ്രണർഷിപ്പിൽ ക്യാപിറ്റൽ തേടി പോവാമോ എന്നുള്ള ഒരു ആശയം എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ എന്റെ ആൻസർ എനിക്ക് കിട്ടി, അതും റിസ്ക് ആണ് അല്ലെ? അല്ല, ആ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ആളുണ്ടല്ലോ. ഇപ്പൊ 2014 എന്റെ വീട്ടില് എനിക്കൊരു ഫോൺ വന്നു, രണ്ടുപേര് വന്നു ഒരു സ്റ്റാർട്ടപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. പുള്ളിക്ക് ഫണ്ട് ഉണ്ട്. പുള്ളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെയാണ് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വീണ്ടും വന്നു. എന്നിട്ട് പുള്ളി ഇത് ഡെവലപ്പ് ചെയ്തപ്പോ ഇങ്ങനെ പോകുമ്പോഴുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ മാർക്കറ്റിൽ ഫ്ലൈ ആവുന്നുള്ള ഒരു ഡൗട്ട് വന്നു. പുള്ളി നേരെ പോയി ആ ഓപ്പറേഷൻ മൈൻഡ് ചെയ്ത് ആ ഫണ്ട് ഇൻവെസ്റ്ററിന് തിരിച്ചു കൊടുത്തു. ആ ഇൻവെസ്റ്റർ പിന്നെ 3 കൊല്ലം കണ്ട് പുള്ളിനെ വീണ്ടും ഫണ്ട് ചെയ്ത് പുള്ളി കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ എത്ര പേര് പുള്ളി കാണിച്ച കറേജ് കാണിക്കും? അവിടെ അവിടെ കറേജ് കാണിക്കാതെ കാറിലിരുന്ന് കാറ് തള്ളുമ്പോ ഈ പ്രഷർ എംപ്ലോയീസിന്റെ മുകളിലോട്ട് വരുമോ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ എംപ്ലോയീസ് ഓൺ ചെയ്യില്ല. അതിപ്പോ വാൽമീകിയുടെ വീട്ടുകാർ പറഞ്ഞ വരിക, നിങ്ങൾ കൈ മുറിച്ചൊന്നും ഞങ്ങൾ അറിയണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ മതി, നിങ്ങൾ അങ്ങനെ ഉണ്ടെന്നുള്ളത് അതിന്റെ പാവം നിങ്ങൾക്ക് തന്നെയാന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവൻ ആ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ അവനൊരു ടെമ്പർമെന്റൽ ലീഡർ അവൻ, മനസ്സിലായോ? ഇപ്പൊ നമ്മളെ മാതിരിയുള്ള മറ്റേ കൺസർവേറ്റീവ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ എന്റെ അപ്പം ഒരു മറ്റേ ട്രേഡറാണ്. അപ്പൊ നമുക്കൊന്നും ഒരിക്കലും അങ്ങനെ ആ ഒരു പൈസ ഹാൻഡിൽ ചെയ്തിട്ടുള്ള പരിചയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, നമുക്ക് കുറെ ഐഡിയാസ് വരും, നമുക്ക് ബുദ്ധിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ രീതിയിലുള്ള ഇപ്പൊ ഫെയിലിയർ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എംപയർമെന്റ് ഞാനത് നേരത്തെ പൊളിറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. അതല്ലാതെ ഞാൻ തിരിച്ചു വന്നാൽ എന്ത് പറ്റും? പിന്നെ അത് റിയാക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ
ഇനിയിപ്പോ സ്റ്റാർട്ടപ്പ് അതിനുള്ള വില്ല ഉണ്ടാവില്ലല്ലോ അല്ലേ? അല്ല അങ്ങനെ അല്ലാതെ ഒറ്റൊരു വലിയ അതിനൊരു ആഘാതം പോലെ ഇരിക്കുന്നു തോന്നണല്ലേ? പിന്നെ പറയാൻ പറ്റില്ല. ഈ ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെ ഫണ്ട് കൊടുത്ത് റിസ്ക് ആൾക്കാർക്ക് കൊടുത്താലേ അവരുടെ ധന്ത ഓടുള്ളൂ, അവരുടെ മെക്കാനിസം ഓടുള്ളൂ. ഇവരുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്ക ആൾക്കാരുടെയും ഫാമിലികൾക്ക് അവരുടെ ഫെയിലിയർ താങ്ങാനുള്ള കെൽപ്പില്ല. ഏത് മറ്റേ ഇപ്പൊ ഇയാളുടെ ഫെയിലിയർ ആ ഫാമിലിയുടെ ലൈവ്ലിഹുഡും പലരുടെ എഡ്യൂക്കേഷൻ വരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ആളുടെ സ്ഥിതി എന്തായിരിക്കും? ഇനിയിപ്പോ പല ആൾക്കാരും വൺ കമ്പനി വണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും. ചിലപ്പോ അവർക്ക് ഇങ്ങനത്തെ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വൺ കമ്പനി വണ്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനി കയറി ഒരു പർട്ടിക്കുലർ ഗ്രൂവിൽ കയറി അങ്ങോട്ട് ചിലപ്പോൾ നല്ല പൊസിഷനിലേക്ക് എത്തും. അവർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി ഉണ്ടാവില്ല, ആ പ്ലാറ്റ്ഫോമിന്റെ ഐഡന്റിറ്റി ആയിരിക്കും അവരുടെ. അവർ സ്റ്റാർട്ടപ്പിലോട്ട് ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? ഒരു ഓണ്ടർപ്രണർ ആയിട്ട് ഇറങ്ങിയാലാണ് പ്രശ്നം, എംപ്ലോയി ആയിട്ട് ഇറങ്ങിയാൽ കുഴപ്പമില്ല. അല്ല അത് റിസ്ക്. പിന്നെ അങ്ങനെയല്ലോ, അങ്ങനെ വിൽഫുൾ ആയിട്ട് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാർ തുലവും കുറവാന്നാണ് ഞാൻ പറയുന്നത്. മാസസ് അതർവൈസാ. അവർക്ക് അവരുടെ കേപ്പബിലിറ്റി അറിയാൻ പറ്റൂലേ? അതായത് ഒരു കമ്പനി. അതെ, അതെങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് വിത്തിൻ അവര് കണ്ട റെൽമിലല്ലേ അറിയാൻ പറ്റുള്ളൂ? അവർ കാണാത്ത റെൽമ ഉണ്ടെങ്കിലോ? അല്ല, അവർ ആ ഒരു ഷെല്ലിനകത്തായതുകൊണ്ടാണല്ലേ? അതല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ ലാസ്റ്റ് കമ്പനിയില് ഈ ഒരു കമ്പനി നടത്തണമെങ്കിൽ ബിൽഡ് ബൈ ബോറോ സ്ട്രാറ്റജി വേണമെന്നും സ്ട്രാറ്റജി ഓപ്പറേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടെന്നും അതിനൊരു സ്ട്രക്ചർ വേണമെന്നുള്ള അവയർ ആയിരുന്നില്ല ഇൻവെസ്റ്റർ. സ്ഥാനത്ത് പുള്ളിക്ക് ലോകത്തുള്ള എല്ലാ ഫണ്ടിങ്ങിനെ കുറിച്ചും എങ്ങനെയൊക്കെ പൈസ ബിറ്റ്കോയിനിൽ വരെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യും? അതായത് കൺസൾട്ടിങ് ഓപ്പറേഷണൽ സ്കിൽസ്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് നേരിടുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? മിനിമം വയർ പ്രൊഡക്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഫസ്റ്റ് ക്ലയന്റ് ഓൺബോർഡ് ചെയ്യും. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത് വിപ്രോസ് ആൻഡ് ഇൻഫോസിസിലാണ് ആയിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ ഈ കുറച്ചുകൂടി മെച്ചോർഡ് ഓർഗനൈസേഷനിൽ അവർക്ക് പറ്റുള്ളൂ. ആ ഫേസില്ലേ, അതായത് ആ ക്രിട്ടിക്കൽ മാസ് എത്തണ ആ വിൻഡോയില് ഇന്ത്യയിലെ മിക്ക ഫെയിലിയറും സർവീസസ് കമ്പനിയിലെ ആൾക്കാർ വന്ന് ഉണ്ടാക്കുന്നത്. പക്ഷെ വൺസ് അത് യൂട്ടിലിറ്റി ബിസിനസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് വിപ്രോസ് ആൻഡ് ഇൻഫോസിസ് വിൽ ഡു എ ബെറ്റർ ജോബ്. അതായത് ഒരു കമ്പനി ഇപ്പൊ മറ്റേ ഒരു സർവീസസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു ബിറ്റ്സ് ആൻഡ് പീസസ് പ്രൊഫഷണൽ ആയിരിക്കും. അയാൾക്ക് ചിലപ്പോ ഒരു സിസ്റ്റം ഫുള്ള് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. തിങ്ക് ചെയ്യണമെന്ന് അവർക്ക് കഴിവില്ല എന്നല്ല, അങ്ങനെ പറഞ്ഞ പശ്ചാത്തലത്തിൽ അവര് വേണ്ടേ. ഇപ്പൊ ഞാൻ എന്റെ ഹയറിംഗിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നോബഡി വാസ് ദെയർ ഹാവിംഗ് ബാംഗ്ലൂർ എക്സ്പീരിയൻസ്. ഞാനത് ആലോചിച്ചു പോലും ഇല്ല. അത് അത്രയും ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയി കുറച്ച് സ്കെയിലബിൾ ഓപ്പറേഷൻ കാണുമ്പോ അവർക്ക് കിട്ടുന്ന ആ ഒരു വ്യാപ്തി ഉണ്ടല്ലോ. എന്തിന് ടോപ്പ് ഡൗൺ തിങ്കിങ് ഒരു യുണീക്ക് സ്കില്ലാന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ബോട്ടം അപ്പ് തിങ്കേഴ്സിനെ കൊണ്ട് അപ്പൊ നമ്മൾ ഒരാളെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന ആസ്പയർ ചെയ്യുന്ന സാധനം ചെയ്യാൻ പറ്റുന്ന നൗ ഐ കാൻ അഡ്വൈസ്. ഓക്കെ, സോറി പ്രസീജി, ഇതൊരു ത്രെഡാണ്. അപ്പൊ ബോട്ടം അപ്പ് തിങ്കിങ് ഒരു സ്കിൽ ജനറേറ്റ്, അതായത് സ്കിൽ ഉണ്ടാക്കാനും ടോപ്പ് ഡൗൺ തിങ്കിങ് ഒരു സ്കെയിലിന് വേണ്ടി എന്ന് പറയാൻ പറ്റുമോ? പറയാം. സ്കെയില് മാത്രമല്ല, നിങ്ങളുടെ ഹൊറൈസൺ. ഇപ്പൊ നിങ്ങളൊരു മൂവി കാണുന്നു, നിങ്ങളുടെ പശ്ചാത്തലമാണ് ആ മൂവിയുടെ ഇന്റർപ്രിട്ടേഷൻ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബ്രോഡായിട്ട് വേണം നിങ്ങൾ ടോപ്പ് ഡൗൺ തിങ്കിങ്ങിന്റെ അങ്ങനെയുള്ള അവർക്കല്ലേ ഇമാജിനേഷൻ ഉണ്ടാവുള്ളൂ. ബോട്ടം അപ്പ് തിങ്കേഴ്സിന് എങ്ങനെ ഇമാജിനേഷൻ ഉണ്ടാവണേ? അവർ ജനറലൈസ് ചെയ്യല്ലേ ഉള്ളൂ. അവരുടെ പാസ്റ്റ് ഇനി അതിൽ തന്നെ ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, ക്യാപ്ഡ് സ്കിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. ക്യാപ്റ്റ സ്കിൽ എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എററിൽ ചെയ്തിട്ട് ആ മറ്റേ റിങ്ങിലെ ക്യാമനായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഈ സ്കിൽ എന്ന് വിളിക്കണേ. അവന്മാര് സാറിന്റെ പ്രയോഗത്തിനല്ല പറഞ്ഞത്, ശ്രീജിത്തിന്റെ മെന്റൽ മോഡലില് ഒരു ബൈനറി ഡിസ്റ്റിങ്ഷൻ അല്ലാതെ അല്ല. ഇപ്പൊ എന്താണെന്നറിയാമോ, ഈ
മറ്റേ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ ഉള്ളത് കൊണ്ട് ആദ്യകാലങ്ങളിൽ സ്പെഷ്യലൈസേഷന് നല്ല റിവാർഡും ഉണ്ട്. പിന്നെ ഇപ്പോഴും സ്പെഷ്യലൈസേഷൻ റിവാർഡ് ഇപ്പോഴും കിട്ടുന്നത് ഇപ്പോഴും എങ്ങനെയാണോ? ഇപ്പോഴും ഇപ്പോഴും പക്ഷെ നിങ്ങൾ പക്ഷെ ട്രാവൽ ചെയ്യാൻ തയ്യാറാണോ? ഇപ്പൊ എനിക്കിപ്പോ കൊച്ചിയിൽ നിന്ന് പൂനെയിലേക്ക് ട്രാവൽ ചെയ്ത് എന്റെ കാഡ് സ്കിൽസ് ഇപ്പോഴും യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്പെഷ്യൽ ഇപ്പൊ സാപ്പ് പഠിച്ചിട്ട് കൊച്ചിയിൽ ജീവിച്ചാൽ പട്ടിണി നടക്കും. പക്ഷെ സാപ്പ് പഠിച്ചിട്ട് സാൻ ഫ്രാൻസിസ്കോയിലോ ബോസ്റ്റണിലാണെങ്കിലോ ഫിനാൻഷ്യൽസ് പഠിച്ചിട്ട് അപ്പൊ സ്പെഷ്യലൈസേഷന്റെ പ്രോബ്ലം എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് ജനറലിസ്റ്റ് ആവുന്നത്? നമുക്കൊരു സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ ജനറലിസ്റ്റ് ആയാൽ മതിയാവും. നമ്മൾ സ്ഥലത്ത് ജീവിക്കുമ്പോഴും നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആയി ആ കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടും കാര്യമില്ല അല്ലെ? അല്ല ആവുമല്ലോ. ഇപ്പൊ .NET ആൻഡ് ജാവ പഠിച്ചില്ലെങ്കിൽ കൊച്ചിയില് ജീവിക്കാൻ പറ്റൂല. ഇല്ലേ? ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി മറ്റേ നിങ്ങളൊരു എൻട്രി ബാരർ ആണെങ്കിൽ PHP ഒക്കെ ആണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും കൂടുതൽ ജോബ് ഉള്ളത് അവിടെയാ. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് ആക്കുന്നുണ്ട്. ഇപ്പൊ പല ആൾക്കാരും പഠിക്കുന്നത് ദേ ആർ വില്ലിംഗ് ടു ട്രാവൽ. മനസ്സിലായില്ലേ? ആ വില്ലിംഗ്നെസ് ടു ട്രാവല് നിങ്ങളുടെ ടെമ്പർമെന്റിന്റെ ഭാഗമില്ലെങ്കിലോ? ഒരു അർബൻ ക്യാമ്പസ് ഉണ്ട് വേൾഡിലെ എല്ലാ സിറ്റീസിലും, ഇല്ലേ? അതേമാതിരി ഫാസ്റ്റ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള ഗുർഗാണിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ അവിടെ പോയാൽ നോക്കി കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? അല്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ, ഇപ്പൊ എന്താ പറയാ, ആലുവയില് പറവൂറ് പുഴയുടെ തീരത്തൊക്കെ പോയിരുന്ന് മറ്റേ ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞ എന്നിട്ടായിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞ അടിപൊളിയല്ലേ അത്? അതല്ല ഇപ്പൊ എന്താ പറയാ, ഇൻ ദ നെയിം ഓഫ് ഗ്രോത്ത്. പത്രത്തില് ഒരു പടം വരാൻ വേണ്ടി മറ്റേ ഒരു ജീവിതം മുഴുവൻ അതിന്റെ പുറകിലിരിക്കും. പത്രത്തിൽ പണം വരാന്ന് വെച്ചാൽ വേറെ അർത്ഥമുണ്ടല്ലോ. അല്ല അത് കൊലപാതകം നടത്തിയാലും വരും. അല്ല മറ്റേ ഒരു കോളുണ്ടല്ലോ നമുക്ക്. അല്ല അപ്പൊ ഞാൻ ചോദിക്കണ പോയിന്റ് ഓണ്ടർപ്രണർഷിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അത് മഹത്തരമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാത്തവൻ പൊട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എന്റെ മുന്നിലുള്ള ഫാക്ട്. പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേറൊരു പ്രശ്നമുണ്ടെന്നേ. നമ്മൾ ഹോളിസ്റ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അനങ്ങുന്നത് തന്നെ പേടിക്കുമെന്ന്. അത്രയ്ക്ക് റിസ്ക് ഉണ്ട് നമ്മുടെ ചുറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു സിംഗിൾ മൈൻഡഡ് പെർസ്യൂട്ട്. ചുറ്റുള്ളവർക്ക് പെയിൻ ഉണ്ടാക്കാതെ ഒരുത്തരം കോടീശ്വരനായിട്ടുള്ള, ശരിയാണോ? അത് മിക്കവാറും അവന്റെ ഭാര്യയും മക്കളായിരിക്കാം അതിന്റെ പെയിൻ അനുഭവിക്കണേ, അല്ലെങ്കിൽ അവര് ഭോഗികളായിരിക്കണം. അവൾ പറയൂ, അടുത്ത ഇതിയല്ലോ. ഒരു ഇത് ചോദിക്കട്ടെ. അപ്പൊ ഈ ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് നടത്തിയ ആൾക്കാരുടെ കൂടുതൽ ഇന്റർവ്യൂസ് നടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ? തീർച്ചയായും നല്ലതായിരിക്കും. അവയർനെസ് കൂടുതലേ. സർവൈവർഷിപ്പ് ബയാസ് കുറഞ്ഞു കിട്ടും. അതെ അല്ല ഈ സ്റ്റാർട്ടപ്പ് നിനക്ക് UST ഗ്ലോബല് വിപ്രോന്റെ UST ഗ്ലോബലിന്റെ ഏറ്റവും വലിയ വിജയം എന്താ പറയുക? എപ്പോ നോക്കിയാലും ഒരു 150 സ്റ്റാർട്ടപ്പ് നടത്തി, സ്റ്റാർട്ടപ്പ് അല്ല ഓണ്ടർപ്രണർഷിപ്പ് വെഞ്ചർ നടത്തി തോറ്റ ആൾക്കാർ കീ പൊസിഷനിൽ ഇരിപ്പുണ്ട്. ഞാൻ അതാണ് കണ്ടത്. അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലാത്ത റോബസ്റ്റ്നെസ് ആ കമ്പനിക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് അത് ബൈൻഡ് ചെയ്യണേ. ഇവരൊരു ഇൻട്രാപ്രണർഷിപ്പ് മോഡലാണ് അവര് പോലും അറിയാതെ പറയും. കാരണം ആ ഒരു റിമോഴ്സ് ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്റ്റാർട്ടപ്പിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ എംബാരസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിലിരിക്കുമ്പോഴാണ് അത് കൂടുതൽ ഫെയിലിയർ ആവണേ. മനസ്സിലായോ? അല്ല ഞാൻ പബ്ലിക് പെർസെപ്ഷനാണ് ഉദ്ദേശിച്ചത്. അതായത് ഫെയിലിയർ ആയ ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, സ്റ്റാർട്ടപ്പ് ബെറ്റർ ആണെന്ന് പറയുമ്പോൾ. അല്ല അതാ പറഞ്ഞ ലോട്ടറി അടിക്കുന്നതും സ്റ്റാർട്ടപ്പ് വിജയിക്കുന്ന നോക്കുകയാണെങ്കിൽ ലോട്ടറി അടിക്കുന്നതിനാണ് പ്രോബിലിറ്റി കൂടുതൽ. ഓക്കെ, അത്രയും ആ സ്കെയിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? അല്ല അപ്പൊ ചെയ്യാം. അപ്പൊ ഇത് ചെയ്താൽ തന്നെ എന്താണ് പുള്ളി പ്രൂവ് ചെയ്യണേ?
ഉം. ഇത് fooled by randomness. ആ അതാണ് എന്റെ ഓക്കെ. കാര്യം. പ്ലസ് ഈ ലോട്ടറിയുടെയും മറ്റേ ഇതിന്റെയും ഇത് പറഞ്ഞില്ലേ, അത് കറണ്ട് ആണോ അതോ പണ്ട് മുതലേ അങ്ങനെയാണ് പണ്ട് അത്? അങ്ങനെയല്ല. ഇപ്പൊ കുറെ വേരിയബിൾസ് ഉണ്ട് ഓണ്ടർപ്രണർഷിപ്പിൽ. ഇപ്പൊ നിക്കോളാസ് തലേബിന്റെ ബുക്കൊക്കെ ഈ ഫുൾഡ് ബൈ റാൻഡംനെസ് ഒക്കെ ഇറങ്ങിയ ബുക്ക് വായിച്ച് പറയുന്നതല്ല കേട്ടോ, നമ്മുടെ അനുഭവത്തെ ബുക്കിൽ കണ്ടപ്പോ അത് ഇത് ചെയ്യണതാണ്. അപ്പൊ അത് 2008 ഇറങ്ങിയ ബുക്കാ, മനസ്സിലായില്ലേ? ആ, ഈ ആ. പ്രഡിക്ഷൻ, ന്യൂമറിക്കൽ, ഇത് മെഷീൻ ലേണിങ്, ഈ അത് ഇത് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരാൾ പറഞ്ഞു ഒരു ദിവസം, ഒരാൾ അമേരിക്കയിലെ 51 സ്റ്റേറ്റിലെയും ഇലക്ഷൻ ട്രെൻഡ് 0.5% ആക്യുറസിയിൽ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തു. എത്രയും എറർ ഉണ്ടായിരുന്നു. അത് എളുപ്പമാ. അതായത് ഒരു ബോർഡ് ഉണ്ടാക്കുക, കുറെ ബാർഗ്രാഫ് വെക്കുക, ഓരോ സ്റ്റേറ്റിന്റെ ഡെമോഗ്രഫി, എന്നിട്ട് ആൾക്കാർക്ക് ഡാറ്റ അറിയാൻ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു 100 പേര് എറിയുമ്പോൾ കുറെ ലൈൻ ട്രേസ് ആവില്ലേ? എന്നിട്ട് അതിന്റെ റിസൾട്ട് എടുത്ത് നോക്കി 1-2 മുകളിലായിരിക്കും അത്. മനസ്സിലായോ? ഉം. ഇവിടെ കിട്ടിയോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതായത് ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങളിത് അറിയാം. അപ്പൊ ആ പ്രോസസ്സിൽ ചിലപ്പോൾ സൊസൈറ്റിക്ക് കുറെ വാണബി എന്റർപ്രണേഴ്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ ഐ ഡോണ്ട് കെയർ. അത് മറ്റേത് ചതിയല്ലേ. എനിക്കറിയില്ല അത് ഇതാണോ എന്നുള്ളത്. കാരണം ഈ കേൾക്കുന്നവര് പറ്റാണ്ട് അതാ പറഞ്ഞേ, കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൈക്കോട്ട് എടുക്കാൻ പോലും കെൽപ്പില്ലാത്തവനാണ് മറ്റേ 500 രൂപ പൊക്കാൻ നോക്കണേ. മനസ്സിലായോ എനിക്ക്? ഈ ബിസിനസ് സ്കൂള്, ഈ MBA അങ്ങനത്തെ ഇതിലൊന്നും ഇതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കൂലേ? അവർക്ക് ഇന്നോവേഷനും മറ്റേ ഉണ്ട്. അവർ ബി ഗുഡ് അഡ്വൈസേഴ്സ്, ദേ ക്യാൻ സ്കെയിൽ യുവർ ബിസിനസ്. വൺസ് നിങ്ങൾ ബൂട്ട് സ്റ്റാപ്പ് ചെയ്ത് ഒരു വയബിൾ ബിസിനസ്സിനായി കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നില്ല ഒരു ബി സ്കൂളിൽ പോയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെന്ന് വെച്ചാൽ ഫണ്ട് കൊടുക്കുന്നത് ആർക്കാ? IIT-കാരന് ഫണ്ട് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാല് അവന് ഓടാൻ പറ്റില്ല, ലോക്ക് ഉണ്ട് അവന്. മനസ്സിലായോ? അത് നമ്മളാണെങ്കിൽ വേണ്ടാന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പെട്ടാ. എന്താ IIT-കാരന് ഓടാൻ പറ്റാത്ത ആൾക്കും അവന്റെ പിയർ പ്രഷർ എന്താ? ഹീസ് എ മെക്കാനിക്കൽ സോംബി അല്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, 5ാം ക്ലാസ് മുതൽ പഠിച്ചാൽ IIT-ൽ ഇപ്പൊ IIT എന്ന് പറയുന്ന നാട് മുഴുവൻ IIT വന്ന് ഞാൻ ഈ പണ്ട് IIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ IIT-ൽ പഠിച്ച മിക്ക MTech-കാരും IIT എന്നല്ലേ പറയുള്ളൂ. അപ്പൊ എനിക്ക് ഒരു സമയത്ത് പേടിയുണ്ടായിരുന്നു, കുസാറ്റ് IIT പറഞ്ഞു ചരത്ത് വരെ IIT ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്റെ വില പോകും. എന്നിട്ട് പൊൻകുന്നം IIT എന്നൊക്കെ ഞാൻ മറ്റേ അല്ല അപ്പൊ ഈ ബ്രാൻഡ് വെച്ച് പിടിപ്പിക്കുമ്പോഴാണുള്ള പ്രശ്നം തന്നെ. അല്ല അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനത്തെ ഗെയിം ഉണ്ട്. ഈ ഗെയിമിന്റെ ഉള്ളിലോട്ട് അറിഞ്ഞാരും കയറൂല എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് എന്റെ ഒരു അറിയില്ല, പൊതുവെ ജോലി സാധ്യത ഇല്ലാത്തത് കൊണ്ട് കയറുന്ന, അത് എനിക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ളവരും ഉണ്ടാവോ? ഒരു അല്ല, ഇപ്പൊ ഞാൻ ചോദിട്ടെ, എനിക്ക് ഇത്രയും ടെക്നിക്കൽ വിവരം വെച്ചത് എന്താ? എനിക്ക് 2000 കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, പോക്ക് ബിസിനസ് ചെയ്തില്ലെങ്കിൽ ഈ മുകളിലോട്ട് മറ്റേ ഓപ്പറേഷൻ റോഡ് എടുത്തിനും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ടെക്നോളജി വെച്ചൊരു ജീവിതം നയിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം. അപ്പൊ ഞാൻ അറിഞ്ഞ കളിക്കണേന്നുള്ള ഒറ്റ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഐ ആം ഡെസ്റ്റിൻഡ് ടു ഫെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. കട്ടായി.
തോറ്റ മാച്ചിന് സെഞ്ചുറി അടിക്കണുണ്ടോ ആൾക്കാര്? ഇല്ല. അയ്യോ രാഹുൽ ദ്രാവിഡൊക്കെ അതിന്റെ മാസ്റ്റർ ആയിരുന്നു. എന്നിട്ട് ഇന്ത്യയുടെ പിറ്റേ ദിവസം പത്രത്തിൽ വരും, ഇന്ത്യയുടെ തോൽവി ഭാരം കുറയ്ക്കാൻ രാഹുൽ ദ്രാവിഡ് ചുണക്കൊട്ടനെ പറ്റുള്ളൂ. 4 ഓവറിൽ കളി കഴിഞ്ഞു. ഓസ്ട്രേലിയക്കാര് ഇവൻഷ്യൽ ഡെത്തിന് വേണ്ടി ശവടക്കാൻ വേണ്ടി കാത്തിരിക്കുക. കിട്ടിയ ഒരു കണക്കിന് അവനാ സ്മാർട്ട്. അവന്റെ ആവറേജ് ഒക്കെ അവൻ ബെറ്റർ ആക്കും, സ്പോൺസർഷിപ്പ് ഒക്കെ അടിക്കും, ഇന്ത്യൻ തരുണികളുടെയൊക്കെ ഹൃദയത്തിൽ കയറും. മറ്റേ മുമ്പിൽ പോയിരുന്ന് പന്തടിച്ച സിദ്ധുവും ഗാംഗുലിയൊക്കെ മണ്ടറാകും. അപ്പൊ അല്ല, അറിഞ്ഞിട്ട് നമുക്ക് കളിക്കാന്ന്. ഈ കളിക്കുമ്പോഴുള്ള കുഴപ്പമൊന്നും അറിയാമോ? ഇപ്പൊ നിങ്ങളുടെ സ്റ്റാഫിന് ഇത് താങ്ങാൻ പറ്റണില്ലെങ്കിലോ? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എന്റെ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത സ്റ്റാർട്ടപ്പില് ആ കൊടുത്ത കോമ്പൻസേഷൻ അടുത്ത 5 കൊല്ലത്തേക്ക് അവിടെ വർക്ക് ചെയ്ത് ആർക്കും കിട്ടാൻ പോണില്ല. ചെറുത്ത് എന്തായിരിക്കും അവരുടെ മാനസിക നില? ശ്രീത്ത് പറ. എനിക്കാണെങ്കിൽ ഭയങ്കര ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും. ഞാൻ കുറച്ചു കാലം മുന്നേ ആണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന മാത്രമല്ല, നമ്മളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും ഒരു നോർമൽ സെൻസിൽ. പക്ഷേ ഞാൻ പറഞ്ഞതട്ടോ, ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞൊരു 1 വർഷം 2 വർഷം മുന്നെയാണ് അതിന്റെ സ്റ്റേറ്റ് എങ്കിൽ. അപ്പോ ആ സാധനം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പൊ അതിൽ നിന്ന് അപ്പൊ എന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. പക്ഷെ ഞാൻ അവിടെ നിന്നൊരു നോളജബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്റെ പേഴ്സണൽ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അത് എടുക്കുന്നത് ഡീപ് സ്പിരിച്വൽ ലെവലിലാണോ അതെയോ ജസ്റ്റ് മെറ്റീരിയൽ ലെവലിലാണെങ്കിൽ എന്ത് പറ്റും? ഈ പറഞ്ഞത് മെറ്റീരിയൽ ലെവലിൽ എടുത്താൽ നിങ്ങളുടെ കാര്യം പോക്കാന്ന് പറഞ്ഞാലോ? മെറ്റീരിയൽ ലെവൽ എന്ന് വെച്ചാൽ അടുത്തത് ഉപയോഗിക്കാൻ എന്തായാലും എനിക്ക് പറ്റൂലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് വേറെ ജോലി. അല്ല, അങ്ങനെയല്ല. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഇല്ലെങ്കിലോ? ഏതൊരു കിട്ടിക്ക് കുറെ കാശ് കിട്ടി, അയാൾ കൊണ്ടുവന്ന് നമ്മളൊക്കെ നല്ല കാശ് അടിച്ചില്ല, ഇനിയിപ്പോ എന്തിനാണ് വേണ്ടത്, നമുക്ക് പോയി പൊറോട്ടയും ബിരിയാണിയും കഴിക്കാന്നവരാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിലോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേട്ടോ. പക്ഷേ അല്ല, അതാണ് അവിടെ നടന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ഇടാൻ പറഞ്ഞില്ല. അപ്പൊ എന്ത് നേട്ടം ഉണ്ടായേക്കണേ? അവരങ്ങനെ ചിന്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്നറിയാമോ? ദേ ഷുഡ് തിങ്ക് മെറ്റീരിയലി. എന്നിട്ട് അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്നെയും എന്റെ ബോസിനെയൊക്കെ മണ്ടനാണെന്ന് വിചാരിക്കണം. അപ്പൊ അവർക്കൊരു മൂല്യച്യുതി ഉണ്ടാവും, അതിൽ അവർ ദരിദ്രരാവും. ഇത് അവർ കാണുകയാണെങ്കിൽ അവർക്ക് മാറ്റാനൊരു അവസരം. യു ടേക്ക് മൈ വേർഡ്. ചില കാര്യങ്ങൾ പഠിക്കാനും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ഡിസിപ്ലിൻ വേണം. ഒരു വാക്ക് പോലും ചിലപ്പോ പട്ടീന്ന് വിളിച്ചാൽ പോലും ചിലപ്പോ ആ കഴിവ് പോകും നിങ്ങളുടെ. മനസ്സിലായോ ശ്രീധർ? അപ്പോ ഈ നമ്മളെ ഊതിയവന്മാർക്ക് മോറൽ കോൺഷ്യൻസ് ഇഷ്യൂസ് സമ്മാനിക്കുക നമ്മൾ വേണ്ടേ? മനസ്സിലായോ? അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവര് കാശ് കിട്ടി, അയാളൊരു മണ്ടറാണെന്നൊക്കെ പറയും. അപ്പൊ ആ മണ്ടൻ അവര് പറയുമ്പോ അവരെ കൂടുതൽ എൻകറേജ് ചെയ്ത്, മണ്ടറൊന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ആ മോറൽ ചുതി ഉണ്ട് അവിടെ. അതായത് ഇപ്പൊ നമ്മള് ഊരിപ്പോന്നാലും നമ്മൾ ചെയ്ത ഇപ്പൊ എനിക്ക് കുറെ റിമോർട്സ് ഉണ്ടല്ലോ, ബട്ട് ഐ ഡിഡ്ന്റ് ഡു വെൽ എന്നുള്ളത്. അതും കൊണ്ടേ ഞാൻ ഇറങ്ങാവൂ, അല്ലെങ്കിൽ ഞാൻ അടുത്ത തവണ ഇത് തന്നെ കാണിക്കൂലേ? അടുത്ത തവണ മിസ്റ്റേക്ക് ആയിരിക്കണം. പക്ഷെ നിങ്ങള് എന്തായാലും കിട്ടി, UK-ലൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റി, മറ്റേതൊക്കെ അടിച്ചു പൊളിച്ച് ഇനിയിപ്പോ ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞ് നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാല് പിന്നെ എന്താ ജീവിക്കാനുള്ള പ്രേരണയല്ലേ? ഇനിയിപ്പോ പ്രേരണ എന്ന് പറഞ്ഞു ഇനി അടുത്ത സ്റ്റാർട്ടപ്പ് വിജയിച്ച് കാണിക്കാന്നല്ല കേട്ടോ. അതായത് നിങ്ങള് അത് ഞാൻ പറയട്ടെ, ഒരു സീനിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ ആണെങ്കിൽ ഫെയിലിയർ കണ്ട അവിടെ ഓടാതെ കട്ടക്ക് അടിച്ചു നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു റെസീലിയൻസ് വെക്കും. ആ റെസീലിയൻസ് ഒരു ത്രെഡായിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ട് നടക്കാം. അല്ലാതെ മറിച്ചൊരു ചിന്ത എടുത്തെന്ന് വെച്ചോ,
എന്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ബേണിംഗ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് മണി ആൾക്കാരിൽ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാത്ത വിഡ്ഢികളെയാണല്ലോ ഞാൻ സെലക്ട് ചെയ്തെന്നുള്ളതാണ് എനിക്ക് പ്രശ്നം വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഫെയിലിയർ നമ്മൾ ഊരി പോകുന്നു ബോസിന്റെ തലയിൽ വെച്ച്, മനസ്സിലായില്ലേ? ആൻഡ് ഓഫ് കോഴ്സ് ഇത് തന്നെ. പക്ഷെ നമുക്കൊരു കോൺഷ്യൻസ് വേണ്ടേ? എന്നാലും അടുത്ത സ്ഥലത്ത് കയറി ചെല്ലാൻ പറ്റുള്ളൂ അല്ലെ? അല്ല, അപ്പൊ അതൊരു വലിയ പ്രോബ്ലം ആണെന്ന്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മള് സ്റ്റാർട്ടപ്പിൽ നോക്കി, ഇപ്പൊ നിങ്ങൾ ആളെ പുറത്താക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയും പറ്റുമെന്നൊക്കെ. അതില് ഇപ്പൊ നിങ്ങളൊരു ട്രസ്റ്റഡ് ടീമും കൊണ്ടായിരിക്കും പോണത്. അവര് ഹോസ്റ്റലായ എന്ത് ചെയ്യും? അപ്പൊ സ്റ്റാർട്ടപ്പ് അതാ പറഞ്ഞ. അപ്പൊ അങ്ങനെ വന്നാലും അതൊരു ക്യാപിറ്റലിന്റെ ഗെയിം ആണെന്നും ഫെയിലിയർ ഇവിടെ നല്ല പെർസെന്റേജ് ഉണ്ടെങ്കിലും വി ഷുഡ് ട്രൈ അവർ ലെവൽ ബെസ്റ്റ് എന്നും, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആൻഡ് കൺട്രോളിൽ തലപ്പത്തിരിക്കുന്ന ആൾ കൺട്രോൾ ചെയ്യോ അല്ലെങ്കിൽ ആ കമാൻഡ് ആൻഡ് കൺട്രോളിൽ ഒബേ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആദ്യമേ ക്ലിയർ ആക്കിയ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. അതിനുള്ള വിവരം അയക്കുണ്ടെന്ന് ആര് പറഞ്ഞു? ഫണ്ട് കിട്ടിയ ആൾക്ക്. ഇനിയിപ്പോ വേണ്ടത് എന്താണെന്നറിയാം. അത് അച്ചീവ് ചെയ്യാൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഇന്നാളൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഡിസ്കഷന് അവരിരിക്കുന്ന ഫണ്ട് അവരുടെ സോഫ്റ്റ്വെയർ ചെയ്യാൻ പോരാ. അതെങ്ങനെ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഞാൻ പറഞ്ഞ എനിക്ക് ജോലി കിട്ടില്ല. അല്ല, അത് എന്തൊക്കെയാണ് അവർ കാണാത്ത ആംഗിൾ എന്നുള്ളത് പറയാലോ. അതെങ്ങനെ കാണാന്ന് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യാനായിട്ട് അവരെടുക്കുള്ളൂ. അങ്ങനെയുള്ള മണ്ണന്മാർക്കേ മറ്റേ ഫണ്ട് കിട്ടുള്ളൂ എന്ന്. അവൻ ചെയ്യും. അവിടെ ഒരു പോർട്ട്ഫോളിയോ ഗെയിം നടക്കണേ. ഫണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന്, ആ ഇൻഡിവിജ്വൽ കൺസേൺ നടത്തുന്നവനാണെന്ന് പ്രശ്നം. എക്സിക്യൂട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അവന് പറ്റിയ ഓപ്പറേഷൻസ് ടീം കിട്ടണം. അത് ഇവന്റെ സ്റ്റേക്കിനേക്കാളൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്. മനസ്സിലായോ? അപ്പൊ സ്റ്റാർട്ടപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മോർ സ്റ്റാർട്ടപ്പ് ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാ, അല്ലാതെ സാധനം വിജയിപ്പിക്കുക എന്നുള്ളതല്ല. ഇതൊരു പറയുമ്പോൾ ഇത് മനസ്സിലാവുന്ന പ്രോബ്ലം ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? അതാണോ? ഇല്ല, ഇതിന് സൊല്യൂഷൻ എവിടെ നിന്നുണ്ട്? നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. സൊസൈറ്റി സ്റ്റാർട്ടപ്പിനനുസരിച്ച് മാറണം. പറ്റുമോ? 5000 കൊല്ലമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കൾച്ചറിന്റെ അടുത്ത് പറയാണ്, ഇന്നു മുതൽ നീ എല്ലാം സ്പ്രെഡ്ഷീറ്റും മറ്റേ ടോപ്പ് ഡൗൺ ആയിട്ട് ജീവിക്കണം, ഒരു സാമ്പത്തിക വ്യാഘ്രമായിരിക്കണം. അങ്ങനെ അപ്പൊ ഈ ഇൻവെസ്റ്ററിന് കറക്റ്റ് ആയിട്ടുള്ള ടീം കണ്ടുപിടിക്കാനോ അതൊന്നും പറ്റില്ല. അതിന്റെ പ്രോബിലിറ്റി ഇല്ല അല്ലെ? അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഫണ്ട് നിങ്ങൾക്ക് ഫണ്ട് മീഡിയേറ്റ് എങ്ങനെയാ? ഞാൻ എങ്കിൽ പറഞ്ഞുതരാം. അമേരിക്കയിലെ കുറെ, ഇതിപ്പോ ഡിസ്കഷൻ മാറിയെങ്കിലും പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അമേരിക്കയിലെ കുറെ വ്യക്തികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കും, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. എന്നിട്ട് അവര് കുറച്ച് ഫണ്ട് ഇത് ഒരു കമ്പനി ആയോ, ആ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഹെഡ്സ് ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കും. ഈ 1 മില്യൺ 2 മില്യൺ അവിടെ നിന്നൊക്കെ ഇത് ചെയ്യും. പെട്ടിയോ? അവരെന്ത് ചെയ്യും? ഏതൊക്കെ വെർട്ടിക്കൽ ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് വെച്ചാൽ ഏതൊക്കെ വെർട്ടിക്കൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. 5 എണ്ണം ഉണ്ടെങ്കിൽ 5 വെർട്ടിക്കലിന് ലൈൻ മാനേജേഴ്സിനെ വെക്കും. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ GPസിനെ കണ്ടുപിടിക്കും, പീപ്പിൾ ഹു ക്യാൻ മനസ്സിലായ മാനേജ് ദിസ് ഫണ്ട്. GPs എന്ത് ചെയ്യും? അവരുടെ പരിചയത്തിലുള്ള LPസിനെ കൊണ്ടുവരും. LPs എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ടെക് പ്രൂണറിനെ കണ്ടുപിടിക്കും. ഇത് എന്റെ ബോസ്മാന്റെ ടെക് പ്രൂണർ എന്ത് ചെയ്യും? ഇൻഡസ്ട്രിയിൽ റെപ്യൂട്ടേഷൻ ഉള്ള ബുക്ക് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ IITയിലെ പ്രൊഫസറിന് ഒരു എക്സിക്യൂട്ടീവ് ടീം ഉണ്ടാക്കും. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? അയാളുടെ പരിചയത്തിലുള്ള ബന്ധുക്കളുടെ വീട്ടിൽ അവിടെ നിന്ന് കിട്ടാനും അയാൾക്ക് മാനേജ് ചെയ്യാവുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? അവരുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യും. ഇതാണ് നടക്കണം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ ഇപ്പൊ 6 മാസം കഴിഞ്ഞാൽ ഒരു സാധനം ഇറക്കണം. പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങിയില്ല. അപ്പൊ മറ്റേ LP ചോദിക്കും, വിത്ത്
VP or without VP. അതായത് VP of എഞ്ചിനീയറിംഗോ അതിനൊപ്പം ഇതാണ്. അപ്പോ അയാള് പറയണ ഇല്ല കുഴപ്പമില്ല ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് മുകളിലോട്ട് കാസ്കേഡ് ചെയ്യും. LP പറയും GPയോട് അതെ ഫണ്ടൊക്കെ ഓക്കെ, GP ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എല്ലാം ഓക്കെ എന്ന് പറയും. കിട്ടിയ ഫെയിൽ ആയി കഴിഞ്ഞാൽ മറ്റേ LPയുടെ മുതൽ അടിയിലുള്ളവരുടെ പണിയും പോകും. എന്ന സ്ഥാനത്ത് ലിമിറ്റഡ് പാർട്ട്ണർ എന്താ. അപ്പൊ എന്ന സ്ഥാനത്ത് ഈ ഒരു GPയുടെ ഈ ഫണ്ട് നോക്കുമ്പോൾ ഒട്ടും റിസ്ക് ഇല്ല അവർക്ക്. ഓരോ GPയുടെ കയ്യിലുണ്ട് 100-200 മില്യൺ ഒക്കെ. അത് 3 മില്യൺ 6 മില്യൺ ആയിട്ട് മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു 15 സക്സസ് മതി, 10 സക്സസ് മതി. അതായത് അവർ ഉദ്ദേശിക്കുന്നത് 5 വന്നാൽ പോലും അവർക്ക് നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ 5 വന്നാൽ ബാക്കി 25 കമ്പനിയുടെ ആൾക്കാർ എന്ത് ചെയ്യും? 3 മില്യൺ പ്രോറാറ്റ ആണെങ്കിൽ. അപ്പൊ 3 മില്യണെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത് ചെയ്യുള്ളൂ. ചിലപ്പോൾ വയബിൾ ആയിട്ടുള്ള 10 കോടി കിട്ടിയാൽ 1 മില്യൺ കിട്ടിയുള്ള ബിസിനസ് ഉണ്ടാവും. അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല, കാരണം അവർ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോ പല വെറ്റിംഗ് പ്രോസസ് ഒരു എക്കോസിസ്റ്റം അത് നെഗോഷിയേറ്റ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 2-3 കൊല്ലം എടുക്കും. പറ എന്ത് ശരത്ത് എന്താ പറയാമെന്ന്? അല്ല, അതായത് നമുക്ക് ടീം സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. അത് ഈ നമ്മൾ സൈക്കോളജിസ്റ്റിനെയൊക്കെ എംപ്ലോയ് ചെയ്യണം, എന്നിട്ട് ആ സ്പെസിഫിക് ട്രേഡ്സ് എടുക്കണം. പക്ഷെ അത് ലീഗലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചേക്കുന്നത് എങ്ങനെയാണ് അല്ല അങ്ങനെ ഇപ്പൊ ഞാൻ പറയണ പോയിന്റ് എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാല് ഞാനൊരു കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അതിന് മാക്സിമം കിട്ടാൻ വേണ്ടി നിങ്ങൾ കോരപ്പ മോലാലെടുത്തോ മറ്റേ എലൈറ്റ് ചാത്തുണ്ണിയെടുത്തോ അല്ലെങ്കിൽ മറ്റേ യൂസഫിലെടുത്ത് പോയപ്പോ അങ്ങനെയായിരിക്കും. അല്ല, ഇൻവെസ്റ്ററിനെ അല്ലെങ്കിൽ കൺട്രോൾ ഇല്ല. ഇത് ഓപ്പറേഷൻസ് സെറ്റപ്പ് ചെയ്യുന്ന ആളുടെ കാര്യമാണ് പറയണേ. മറ്റേ ഈ ടീം സെറ്റപ്പ് ചെയ്യുന്ന കേസില് അല്ല ടീം സെറ്റപ്പ് ചെയ്യാൻ അതിന്റെ എക്സിക്യൂട്ടീവിന്റെ കാര്യം പറയണേ. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണവന് പൈസ കിട്ടുമല്ലോ, അവന് കുഴപ്പമില്ലോ. പൊളിയാൻ പോണത് ഇതായിരിക്കും. ഓപ്പറേഷൻ ചെയ്യുന്നവന് പന്തലായിട്ടുള്ള പണി. അവന് സെക്യൂരിറ്റിയുടെ അഡ്വാൻറ്റേജും ഉണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ. പക്ഷേ സിസിയൂട്ടിൽ വരുന്ന ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ഇല്ല, എന്നാലും അവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആളുടെ കാര്യം ഉദ്ദേശിച്ചത്. അത് തന്നെ, അയാള് വിട്ടു. അപ്പൊ അല്ലാതെ നമുക്കൊരു 5 സ്റ്റാർട്ടപ്പ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റ് ആയിട്ടാ. ശ്രീത് സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലേ അവര് വിളിക്കുമല്ലോ. അല്ലെങ്കിൽ അവര് സ്കെയിൽ ചെയ്യുമ്പോഴൊക്കെ പൈനേഴ്സ് അപ്പൊ ഇതിന്റെ ഉള്ളില് അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ വേണം. അപ്പൊ ഇതിലോട്ട് വെറുതെ കുത്തണിയിട്ട് അറിഞ്ഞിട്ടാണോ ചെയ്യണേ? ഇത് പഠിച്ച് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചേരണം. അല്ലാണ്ട് ഇതൊരു അല്ല ഇനിയിപ്പോ പഠിച്ചറിഞ്ഞു നിങ്ങൾക്ക് അതിന്റെ സോറി ഫോർ ദ ഇന്ററപ്ഷൻ മറ്റേ ടെമ്പർമെന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പഠിച്ചറിയാന്ന് ടെമ്പർമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാന്നല്ലേ. അതല്ലേ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ഇന്റലക്ച്വലി പഠിക്കാമല്ലോ. അതെ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ സ്റ്റാർട്ടപ്പിന്റെ അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ എന്റർപ്രണർഷിപ്പിനെ പറ്റി പഠിക്കുമ്പോ തന്നെ എനിക്ക് നടക്കോ ഇല്ലയോ എന്നുള്ളത് ഇത് അറിയണമല്ലോ. അല്ല വിജയിക്കണം നിർബന്ധം അവിടെയാണ് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അല്ല നിനക്ക് പറ്റും. രണ്ട് രീതിയിൽ എടുക്കാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവണം എന്താണ്? നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ള മനുഷ്യനാണ്. നിങ്ങൾ സ്റ്റാർട്ടപ്പിലോട്ട് റിസ്ക് എടുക്കണം എന്തിനാ? നിങ്ങൾക്ക് എക്വിറ്റി കിട്ടാനാണ്. ശരിയാണോ? അപ്പൊ ആ എക്വിറ്റി അപ്പൊ ഒരു 3 കൊല്ലം വർക്ക് ചെയ്ത് നിങ്ങൾ കുറെ പഠിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് പകരം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ വേറെ എക്വിറ്റി. അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തോന്നൂലേ ഇവിടെ സ്പെൻഡ് ചെയ്തത്? മനസ്സിലായില്ലേ? അപ്പൊ ഒരു പുള്ളിയുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാല് പുള്ളിയുടെ നാട്ടില് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ ഫെയിലിയറിന്റെ എംബാരസ്മെന്റും പ്രോമിസ് ചെയ്ത് കിട്ടിയില്ല എന്നുള്ളതും മറ്റേ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് എന്താ പറയാ മറ്റേ ആൾട്ടർനേറ്റ് ഫണ്ട് കൂടി വന്നപ്പോ പുള്ളി ആകെ തകർന്നു പോയി. അപ്പൊ ഞാനൊരു എംപ്ലോയി ക്ലാസ് പേഴ്സൺ ഒരു റോളായിട്ട് എടുത്തോണ്ടാ ഞാൻ ഊരി പോന്നേ. അപ്പൊ ഞാൻ ഹയർ ചെയ്ത പലരും ഇത് ലോജിക്കൽ കൾമിനേഷൻ എത്തും, 1 ബില്യൺ വാല്യൂഷൻ കിട്ടും, അപ്പൊ അവർക്ക് എക്വിറ്റി കിട്ടും എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചവന്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്കി.
ഓക്കെ. പിന്നെ ആ ഗിൽട്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനിപ്പോ ഒരു ഓണ്ടർപ്രണറെ, എനിക്കറിയാം അവന്റെ പ്രഡിക്കമെന്റ് എന്താന്ന്. പക്ഷെ അവനെ എനിക്കിട്ട് തട്ടിയാ ഞാൻ അവരെന്ത് പറയുന്ന അറിയാമോ, കണ്ടോ ഞാനൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നീ ഒന്നും അറ്റംപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഫിൽട്ടർ വെച്ചോണ്ട് എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ ഞാൻ അവനെ വേദനിപ്പിക്കുവോ വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. അല്ല അപ്പൊ അടങ്ങി. ഇപ്പൊ പിന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആയവർക്ക് പിള്ളേര് കുറവായിരിക്കും. അവരുടെ വംശം തന്നെ ഇതാവും. അത് 5000 കൊല്ലമായിട്ടുള്ള ഒരു ട്രെൻഡ് അത്. അപ്പൊ മണ്ടന്മാരുടെ മക്കളാ സർവൈവ് ചെയ്യുന്നത് അടുത്ത ജനറേഷനിലോട്ട്. അപ്പോൾ നിങ്ങൾ വംശം മുന്നോട്ട് കൊണ്ടുപോവോ, നിങ്ങൾ സക്സീഡ് ചെയ്യും? ഇപ്പൊ പറഞ്ഞതും ഇതും തമ്മിൽ പ്രശ്നമില്ലേ? അത് നല്ല ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യോ, ഒരു എക്സ്ട്രാ പയ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യോ, മകനിൽ ഇൻവെസ്റ്റ് ചെയ്യോ? രണ്ടാമത്താണ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മറ്റേതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതാണ് പ്രിസൈസ്ലി കാക്കമാര് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ബുദ്ധിമാന്മാരെ മനസ്സിലായില്ലേ? ഇത് വെറുതെ ഒരു കുട്ടിക്ക് വേണ്ടി. ഇപ്പൊ എന്റെ അനിയനോടൊക്കെ ചോദിക്കും, എടാ നിനക്ക് ആകെ ഒരു മോളുള്ളൂ, ഇതിനു വേണ്ടി നീ ഇത്രയും പാട് കഴിക്കണമെന്ന്. അവൻ വെറുതെ ഇരുന്ന് അതിനും കൂടെ പൈസ ഉണ്ടാക്കിയാനെ. മനസ്സിലായ? അപ്പൊ നമ്മൾ പലപ്പോഴും കയറി ചെല്ലുന്നത് ചുറ്റുള്ള ട്രിഗേർഡ് ബൈ എൻവയോൺമെന്റ് ഇഷ്യൂസ് ആന്ന് പറഞ്ഞാലോ. മനസ്സിലായില്ല. നമ്മൾ എടുക്കുന്നത് ഞാൻ വേറെ ശ്രീജിത്തിന്റെ ഫാദർ സമുദായത്തിലെ പരിപാടിക്ക് പോണ ആളാണ്. അപ്പൊ ഒരു 25 ശത്രുക്കളെ പുള്ളി നിങ്ങൾക്ക് ആൾറെഡി സമ്മാനിച്ചിട്ടുണ്ടാവും. എസ് ഓർ നോ? അല്ല, എന്റെ അപ്പൻ 2 സ്ഥലത്ത് പോയിട്ട് എനിക്ക് 75 ശത്രുക്കളായിട്ട് തന്നെ ഞാൻ ലൈഫ് തുടങ്ങിയത് തന്നെ. അല്ല, എന്റെ അപ്പൻ ചെയ്ത വെച്ചാൽ സമുദായ ഇതിന് പോയിട്ട് ആലപ്പുഴയിൽ ഒരു ഇലക്ഷന് വേണ്ടി ആലുവക്കാരെ കണ്ട് റെപ്രസെന്റ് ചെയ്ത് പുള്ളി ഇത് ലാസ്റ്റ് മിനിറ്റ് പുള്ളിക്ക് പേടിയായപ്പോ പുള്ളി വലിച്ച് നോമിനേഷൻ. അപ്പൊ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അപ്പനെ ഒരു കാർന്നൊരു തെറി പറഞ്ഞൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നുണ്ടെന്ന്. എന്നിട്ട് അയാളുടെ ആ താവഴിയിലുള്ള 3 തലമുറേനെ ഞാൻ അപമാനിക്കും ഡെയിലി വഴി കിട്ടിയ. അവന്മാർ എന്ത് കഴിച്ചു? പിടി കിട്ടിയ. അപ്പൊ അത് കഴിഞ്ഞ അപ്പൻ മർച്ചന്റ് അസോസിയേഷന്റെ ഇതിന്റെ ട്രഷററായി. അപ്പൊ ഞാൻ PC വാങ്ങിച്ചത് അവിടെ നിന്ന് പൈസ അടിച്ചെന്നായി. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അറിയില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചെറുത്തെ സ്റ്റാർട്ടപ്പിലാണെന്ന് പറയാം, നമ്മൾ ഇങ്ങനെ സിങ്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പോ വേറെ കമ്പനികൾക്ക് ഫണ്ട് കിട്ടിയത് കമ്പനിയുടെ വാളിൽ ഇട്ടാൽ നമ്മുടെ ബോസിന്റെ സ്ഥിതി എന്തായിരിക്കും? അതുവരെ ചെയ്തെന്ന്. അപ്പൊ അയാൾ എന്നെയല്ലേ പഴിക്കുള്ളൂ. ഇങ്ങനത്തെ അലവരാതികളാണോ നീ വിളിച്ചോണ്ട് വന്നതെന്ന്? ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ. മനസ്സിലായ? അത് എനിക്ക് വരെ വേദന എടുത്തത്. മനസ്സിലായ? അപ്പൊ അയാളുടെ വേദന എന്തായിരിക്കും? ടൂ മച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ്. അല്ല, ടൂ മച്ച് ഇൻഫർമേഷൻ അവിടെ കൊടുക്കേണ്ടി വന്നത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഇവന്മാര് ഞാൻ മണ്ടറന്ന് ചോദിക്കുന്നു. അതെ, മനസ്സിലായി. മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? കേക്ക് രശീത് വരീന്നാണ് എന്റെയൊക്കെ ഞാൻ എടുത്തതിന്റെയൊക്കെ ഉള്ളിലിരിപ്പ്. പിടികിട്ടിയ ശ്രീത്തെ? അപ്പോ ഈ അവിടെ ഏതാ അല്ല ഞാനിപ്പോ മോഹിപ്പിച്ചു കൊന്നൂന്നല്ലേ? ഒറ്റ കാര്യം ചെയ്തോളൂ. ഞാൻ സെലക്റ്റീവായിട്ട് ഇൻഫർമേഷൻ ഡൈവേർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഫണ്ട് റൺ ഔട്ട് ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ
2-3 ഇവര് പലരെ വിചാരം മാനേജ്മെന്റിനെ പിടിച്ച് എന്നെ വെല്ലുവിളിക്കാന്നുള്ളതാണ്. എന്റെ മുകളിലിരിക്കണമെന്ന് തന്നെ മണ്ടനാടാന്ന് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അവരുടെ ശരത്തെ? എന്നിട്ടും അവിടെ സർവൈവ് ചെയ്ത് അവൻ ഇപ്പോഴും അവിടെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂർഖം പാമ്പാണോ ബെറ്റർ, അവനാണോ ബെറ്റർ? ശ്രീജിത്ത്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടപ്പിന് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് സ്റ്റാർട്ടപ്പിന്റെ ഡൈനാമിക്സിന് അവർ ശമ്പളം അടിച്ചുകൊണ്ട് പോയാല ബോസ് നിങ്ങളുടെ തലയിലേക്ക് എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി വെച്ച് അങ്ങനെ ഇരിക്കും? അങ്ങനെ വെച്ചൊരാളെ എനിക്ക് അറിയാട്ടാ. അറിയാമോ നിങ്ങൾക്ക് ആരെന്ന്? അയാളുടെ പേരാണ് പ്രസീദ് ഭായ്. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഊരിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഊരാന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അത് ഞാൻ റോളായിട്ട് എടുത്തോണ്ടാണ് എനിക്കത് അത്രയും വിധിയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? അതിനുള്ള വിവരം വേണ്ടേ ആൾക്കാർക്ക്? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ യു കനോട്ട് ബിൽഡ് ആൻ എംപയർ ബൈ വിത്തൗട്ട് പീപ്പിൾ ഹാവിങ് എംപയർ ഇൻ മൈൻഡ്. ഇനിയിപ്പോ ശ്രീജിത്തിന്റെ കോർ കോമ്പറ്റൻസ് എക്സിലാണ്. വൈയില് സ്പെഷ്യലൈസ് ചെയ്യാൻ, വൈയില് ഡെലിവറി ചെയ്യാൻ പറഞ്ഞാൽ പ്രസീത് വൈക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം വിചാരിച്ചെന്ത് പറ്റും? ഞാൻ പറഞ്ഞില്ലേ, ഞാനിതെല്ലാം കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായ. അപ്പൊ എനിക്ക് സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോ പേടിയാ. അതായത് ആ ഇൻവെസ്റ്റ് ചെയ്യണവൻ അപ്പൊ ഭീരുക്കളെ വെച്ച് സ്റ്റാർട്ടപ്പ് നടത്തരുതെന്ന്. പിന്നെ ഇനിയിപ്പൊ വിജയിക്കണ ഒരു ബുദ്ധിമാന്മാരാന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കണേ. ഞാൻ ചോദിക്കട്ടെ, മ്യൂസിക്കൽ ചെയറിൽ ഒരു കോമ്പറ്റീഷൻ നടന്ന ഒരുത്തം ഫസ്റ്റ് ആവോ? അങ്ങനെ ഓരോ വാർഡ് തിരിച്ച് 15 മ്യൂസിക്കൽ ചെയർ എടുത്ത് 15 ഫസ്റ്റ് ആൾക്കാരെ കിട്ടുമോ? അതാണ് വിജയം. അത് ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. ഈ UST ഒരു കക്ഷിയുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ പേര് പറഞ്ഞ പുള്ളി മെടുക്കന, പുള്ളി IIT പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്ക്, കുമാരപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നത്തെ എൻട്രൻസിൽ പുള്ളിയായിരുന്നു ഫസ്റ്റ്. മനസ്സിലായില്ലേ? അത് വേറെ ദിവസം നടത്തി വേറെ ആരെങ്കിലും ആയിരിക്കും ഫസ്റ്റ്. മനസ്സിലായേ? അപ്പോ ഡാനിയൽ ഡേനറ്റ് പറഞ്ഞ കാര്യമാണ്, അടുപ്പിച്ച് 10 പ്രാവശ്യം ടോസ് ചെയ്യിക്കുന്ന ഒരാളെ കാണിച്ചു തരാമെന്ന്. എന്നുവെച്ചാൽ 2024 വരെ നോക്കൌട്ട് ടൂർണമെന്റ് എടുത്തു കഴിഞ്ഞാൽ 10. അപ്പൊ അവിടെ ഇരിക്കുന്നവര് എല്ലാവരും ഈക്വൽ ആണെങ്കിൽ അവിടെ ലക്കല്ല ഫാക്ടർ. അല്ലെങ്കിൽ മറ്റു പലതായിരിക്കും. ഇപ്പൊ സിനിമയിലാണെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ആയിരിക്കും, ഇല്ലേ? ഇപ്പൊ രവീണ ടണ്ടനും മറ്റേ ടണ്ടനും തമ്മിൽ വലിയ ശർമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ലെങ്കിൽ ആരാണോ ഈ പ്രൊഡ്യൂസറായിട്ട് കോട്ട് ആൻഡ് കോട്ട് സഹകരിക്കുന്നത് അവർക്ക് ഓഫർ കിട്ടും, അല്ലേ? അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് മിഡിൽ ക്ലാസ് ആൾക്കാര് സ്ലീസും മറ്റേതും കാണാതെ പൈസ ഡ്രീം ചെയ്യേണ്ടത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അതായത് ക്ലയന്റ് സർവീസിങ് നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടോ? അതിനാണ് ഈ ഓരോ ഓപ്പറേഷൻസ് റോളും എടുക്കല്ലേ. ക്ലയന്റ് സർവീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശത്ത് നിന്നുള്ളതോ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്ക് കൂട്ടിക്കൊടുക്കണം. പറ്റൂ? അത് ഏജൻസികളൊക്കെ ഉണ്ട് അത് ചെയ്യണത്. അതിന്റെ പേരുണ്ട്, ഒരു ബിസിനസ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എത്തിക്കില്ല. അപ്പൊ ഇതൊന്നും ചെയ്യാത്തവൻ എങ്ങനെയാ പൈസക്ക് നഷ്ടം ഉണ്ടാക്കും? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ അപ്പോഴും ഈ മോറൽ സംഭവമാണ്. അല്ല, മോറൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂലേ? അതെ. ഇപ്പൊ ഞാൻ തന്നെ എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ 3 പ്രാവശ്യം അങ്ങനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടി വന്നതിന്റെ പേരിൽ എന്നെ ഇപ്പൊ ഇന്നാളൊരു ഉള്ളി ഉടക്കിയ പറഞ്ഞു, എടാ കൂട്ടി കൊടുത്തിട്ടൊന്നും എനിക്ക് പ്രോഗ്രാമർ ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞെന്ന്. ഞാൻ അതിനെ ആംഗലേയ ഭാഷ വെച്ച് സൗന്ദര്യവൽക്കരിച്ചു. എന്താണ്? അതൊരു ഫെസിലിറ്റേഷൻ ആയിരുന്നു. അതിന് ക്ലയന്റ് സർവീസിങ് ആണ് ചെയ്തത്. പ്രശ്നമൊന്നുമില്ലേ? അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇതിന്റെ ഉള്ളിലോട്ട് പോകുന്നത് ഇപ്പൊ അടങ്ങി ഒതുങ്ങി ജീവിക്കട കോരപ്പാന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് പറ്റാത്ത പരിപാടിക്ക് പോണം. ഇപ്പൊ ഇതിലൊരു പോയിന്റ് വെച്ച് ചോദിക്കട്ടെ. അതായത് 40ാമത്തെ വയസ്സിൽ ഇനി മുമ്പോട്ട് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം.
ഉം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾക്ക് റിസ്ക് എടുത്തൂടെ? അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അയാൾ എന്നിട്ട് ആ ജീവിതം വെച്ച് എന്ത് ചെയ്യാൻ പോകും? അയാൾക്ക് നഷ്ടം ഉണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം, കാരണം അയാൾക്ക് അത് റീകൂപ്പ് ചെയ്യണം. അല്ലല്ല, അത്യാവശ്യം അയാളുടെ പൈസ ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എടുത്ത് ഇതാക്കിയല്ല, അയാളുടെ എഫേർട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അല്ല, അത് വേണമെങ്കിൽ ഞാൻ പറയട്ടെ, അതിപ്പം വേണമെങ്കിൽ ഈ ഇങ്ങനെ എന്താ പറയാ, ഈ മറ്റേ ചില ആൾക്കാർക്കൊക്കെ ഇല്ലേ, ചിലപ്പോ ഇന്ത്യയിലെ ചില കമ്മ്യൂണിറ്റീസിലൊക്കെ ഇങ്ങനെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഈ ഫണ്ട്, ഈ ബിസിനസ് ഒക്കെ അങ്ങോട്ട് പുറത്തു പോകണം. ഇപ്പൊ കാക്കമാരുടെ ഇടയിലൊക്കെ ഫണ്ട് മറ്റേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, പലിശ പാടില്ലല്ലോ. അപ്പോ ഫണ്ട് കിട്ടും. അങ്ങനെ ഈ പിള്ളേരുടെ തീവ്രവാദം വരെ വളർത്തണം അങ്ങനെയാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ള സ്ഥലത്തെ ആൾക്കാരെ കണ്ടിട്ട് ഈ മിഡിൽ ക്ലാസ് പിള്ളേരൊക്കെ പോയി അതിലിട്ട് പോകാൻ പറ്റുമോ? ഏറ്റവും വലിയ അപമാനം എന്താ അറിയാമോ? ഓ, നീ വലിയ പ്രോഗ്രാമർ ആണല്ലോ, നിനക്ക് എന്താ അടുത്ത ഗൂഗിൾ ഉണ്ടാക്കാൻ പറ്റും? അടുത്ത ഗൂഗിൾ ഉണ്ടാക്കുന്നത് ഒരു ബുദ്ധിയുടെ പ്രശ്നമാണോ, ഒരു ലോജിസ്റ്റിക്സിന്റെ പ്രശ്നമാണോ? ലോജിസ്റ്റിക്സ് ആയിരിക്കും. പിന്നെ അമേരിക്കയുടെ ഇപ്പൊ അംബാനിയൊക്കെ വീടിന് പുറത്ത് പോകാത്ത മറ്റേ അമേരിക്കയൊക്കെ വളരെ റെയർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് എന്താ? തട്ടും. ഇപ്പൊ അംബാനിനെ അദാനിനെ ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ 24% എക്കണോമി ഇല്ലാണ്ടായെന്ന്. പാകിസ്ഥാൻ അത് ചെയ്യാൻ നോക്കൂല്ലോ. നല്ല സാധ്യത ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിലെ ഇരട്ടത്താപ്പ് എന്താ, സഹാക്കന്മാരും മറ്റേവരും പറയുന്ന ഈ വ്യവസായിയായ അദാനി പോക്കാം, വ്യാപാരിയായ യൂസഫ് അലികൾക്ക് കുഴപ്പമില്ല. അതായത് അതിനും രണ്ടും ചെയ്യണതാണ്, വ്യവസായം വ്യാപാരി ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ പൈസ അതിന്റെ മുകളില് അധികാരവർഗത്തിനെ അവർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ക്ലീഷ്യേഴ്സിന്റെ ഇടയിലൊക്കെ അവരുടെ പൈസയൊക്കെയാണ് ഇവിടെ വന്ന് കളിക്കണേ, മനസ്സിലായ? പിന്നെ ഭയങ്കര വെൽനെറ്റ് കമ്മ്യൂണിറ്റി, ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റി, അങ്ങനെയൊന്നും ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് കിട്ടി, അവര് അതിൽ നിന്ന് നിങ്ങളെ വെറുതെ പുറത്തേക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ? പുറത്തേക്ക് വിടുന്ന അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് കമ്പനി അത് ഒരു ചെറിയൊരു ടാക്ടിക്കൽ മിസ്റ്റേക്കിനാണ് അത് 1 ബില്യൺ ആവേണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഒരു 8 മില്യന്റെ സ്റ്റേക്ക് കിട്ടിയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ എന്റെ ബോസ് എനിക്ക് മുഴുവൻ കാശ് തരുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ എന്ത് ചെയ്യും? അടുത്ത ബോസ്. പിന്നെ ഞാൻ എപ്പോഴാണ് റിട്ടയർ ആവണ്ടേ? അയാളെ ചാവണം അല്ലെങ്കിൽ ഞാൻ ചാവണം? ഇനി അയാളും ഞാൻ ചാവണേക്ക് മുമ്പ് അവിടെ ഉണ്ടാവണ പ്രശ്നം എന്താ വെച്ചാല്, ഇതെന്ത് ചെയ്യും? മറ്റേ ഈ എന്താ പറയാ, പക്ഷെ പ്രസിദ്ധിക്ക് സ്റ്റോപ്പ് ചെയ്യാല അല്ലെ? അല്ലെ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ലോസ് എന്നല്ല, അയാള് കൊട്ടേഷൻ വിട്ടാ എന്ത് ചെയ്യും? നീ പോണ്ടാന്നേ, അങ്ങനെ ഊരാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ പറയട്ടെ, ഈ മുച്ചിട്ട് കളിക്കുന്ന സ്ഥലത്ത് പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നണ്ടോ പൈസ കൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റുന്ന? അങ്ങനെ പുറത്തേക്ക് പുഴയൊക്കെ നീന്തി കിടന്നൊക്കെ വന്നേക്കണേ. അപ്പൊ പൈസ അവിടെ തന്നെ വീതിച്ചെടുക്കണം. അപ്പൊ ഒരു റിങ്ങിൽ കയറിയാൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റുമൊന്നുമില്ല. അവിടെയും ലക്ക് വേണം അല്ലെ? ലക്കോ? നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കയറും. നമ്മൾ കാണുന്ന രീതിയിലല്ല. അപ്പൊ അതൊക്കെ പിന്നെ ഈ എന്താ പറയാ, ന്യൂ കൈൻഡ്സ് ഓഫ് കോംപ്ലിക്കേഷൻസ് സിസ്റ്റം അതിനെ അല്ല, നമ്മൾ സിസ്റ്റം ഉണ്ടാക്കണം. അല്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യാൻ ഇപ്പൊ നമ്മൾ കേറി വിജയിച്ചു, മറ്റേ എംപ്ലോയി ആകുമ്പോൾ നമുക്ക് എംപ്ലോയി ആകുമ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് കാർഡ് പ്ലേസ് ചെയ്ത് നമുക്ക് ഊരി വീണ്ടും കയറാം. സീരിയൽ എംപ്ലോയ്മെന്റിന് അവിടെയും പ്രോബ്ലം ഉണ്ട്. അവിടെ ഈ സീരിയൽ എംപ്ലോയ്മെന്റ് ആണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം. ഞാൻ ഒരു കേസ് ചോദിക്കട്ടെ, അതായത് നമ്മുടെ പിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ ആയിരിക്കാം, സെക്കൻഡ് സ്റ്റാർട്ടപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരി പോരാലോ? അല്ല അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത്രയ്ക്ക് പ്രഷർ ഇട്ടാലോ?
അല്ല ഇതിപ്പോ ഒരാൾ അയാളുടെ വില്ലിനെ അഗൻസ്റ്റ് പിടിച്ച് കെട്ടിടാനൊന്നും പറ്റില്ലല്ലോ. അല്ല പിന്നെ എന്തുട്ടാണ് പൈസക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരുടെ ബില്ലിനെ പൈസ തന്ന് അവർ തോപ്പിക്കും. അതൊരു ഇതല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് ഞാൻ കൊണ്ടുവന്നവരോട് ഇതാണ് എനിക്ക് ഊരാൻ പറ്റിയത് ഇന്ന്. അത് വിജയിച്ചിരുന്നെങ്കിലോ? എനിക്ക് അപ്പോഴും ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് അപ്പൊ ഇവന്മാര് ഇവര് അവിടെ ഇരിക്കുകയും ചെയ്യും, ഇവന്മാരെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്ന്. എനിക്ക് പിന്നെ അതിൽ നിന്ന് ഊരാൻ പറ്റില്ല എന്ന്. അതെ അതെ എൻ്റെ ഡൗട്ട് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഫോഴ്സ് ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അതായത് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു നെറ്റ്വർക്ക് എനിക്ക് അറിയാൻ പാടില്ല. അത് PPIoT മനസ്സിലായില്ലേ? ബാക്കി സ്ഥലത്തൊക്കെ ലോപ്പുണ്ട്. അത് എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വലുതായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കും. ഇവിടെ കിട്ടിയ അപ്പൊ അതുകൊണ്ടാ വി ഡോണ്ട് മേക്ക് മച്ച് മണി. മനസ്സിലായ? എപ്പൊക്കെ ഈ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കി നോക്കണ്ട, അവിടെ നെറ്റ്വർക്ക് കലങ്ങാനും മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് സ്റ്റാർട്ടപ്പ് അപ്പൊ എന്നാലും നമുക്ക് തുടങ്ങാമല്ലോ, ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലും. എന്നാലും നിങ്ങൾക്കത് അത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു. അതായത് എതിരാളി ആരാണെന്ന് അറിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അദൃശ്യനായ എതിരാളിനെതിരെ ഫൈറ്റ് ചെയ്യാലോ, എന്തിനാണ് ഇത് അറിയിക്കണേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ല, ഒന്നുകൂടി പറയാമോ? സ്റ്റാർട്ടപ്പിലേക്ക് ഈ സെഷനോ ഈ പോയിന്റ്സോ കാണുന്ന ഒരാൾക്ക് സ്റ്റാർട്ടപ്പിലേക്ക് ആൾക്കാരെ പോകുന്നതിന് സ്കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം വരാൻ ചാൻസ്. ഓർ മേ ബി എന്റെ ഫെയിലിയർ ഇൻ ബിസിനസ് ഞാൻ സൊസൈറ്റിയുടെ മുകളിലോട്ട് പിച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരും. ശരിയല്ലേ? അല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്ത് ചെയ്യണേ? ഇതിനും വേഴ്സ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത് അറിഞ്ഞിട്ടും കയറാലോ. ആ കേറുമ്പോ നിങ്ങക്ക് മൂല്യച്യുതി ഉണ്ടാവരുത്. മനസ്സിലായോ? കിട്ടിയ കെട്ടി പോയ ചട്ടി, കിട്ടിയ ചട്ടി പോയ, അങ്ങനെ ഒരു സാധനമല്ലേ? കിട്ടിയ കിട്ടി പോയ ചട്ടിന്നോ? ആ ആറ്റിറ്റ്യൂഡ് വെച്ച് സ്റ്റാർട്ടപ്പിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ എപ്പോ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഇങ്ങനെയാണ് ഹ്യൂമൻ കൈൻഡ് മോഡേൺ വേൾഡിൽ വാല്യൂ ഉണ്ടാക്കണേ. അതാണ് എൻ്റെ ഐഡിയോളജി. അതിൽ വരുന്നത് എന്തോ ചെയ്യണേ. പക്ഷെ അങ്ങനെയുള്ളവർ വിജയിക്കണമെന്നൊന്നും ഞാൻ പറയാനില്ല. സ്റ്റാർട്ടപ്പിൽ വിജയിക്കുന്ന ചിലപ്പോൾ അങ്ങനത്തെ അല്ലാത്തവരായിരിക്കും. അവിടെ ഒരു ഫുൾഡ് ബൈ റാൻഡംനെസ് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കൺവിക്ഷൻ വേണം. എന്ത് ഫാക്ട് വന്നാലും എന്ത് ഫാക്ട് വന്നാലും നിരാകരിക്കാന്നുള്ളതല്ല, കണക്കിലെടുത്തിട്ട് ഇതാണ് ഇതിന്റെ കാര്യം, ഇങ്ങനെ വരുമ്പോൾ ഇതുണ്ട്, ഈ റിസ്ക് ഞാൻ ഇങ്ങനെയാണ് കവർ ചെയ്യാൻ പോണേ, ഫാമിലിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകാൻ പോണേ, കിട്ടിയില്ലെങ്കിൽ പ്ലാൻ ബി എന്താണ്. അങ്ങനെ എത്ര പേര് ഇതിലോട്ട് പോകുന്നുണ്ടെന്നാണ് ലാലു പറഞ്ഞത്? അത് കുറവായിരിക്കും, പക്ഷെ അങ്ങനത്തെ റിസ്ക് എടുക്കുമ്പോ അങ്ങനെയല്ല പോകേണ്ടത്. അങ്ങനെയല്ലേ? ഇപ്പൊ ഞാനിപ്പോ എടുത്ത റിസ്ക് ഒന്നുമില്ല എനിക്ക് അന്നുള്ളതിനേക്കാൾ എനിക്കൊരു നല്ല ജോലി കിട്ടി. അത് സ്റ്റാർട്ടപ്പിലായി പോയി. അപ്പൊ എനിക്ക് അത് ഞാനൊരു ജോലിയായിട്ട് എടുത്തോളൂ. എന്നുവെച്ചാൽ ഞാൻ അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ ഈ ഹയറിങ്ങിലെ മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഒരു കുറ്റബോധം വന്നപ്പോ മറ്റേ ഞാൻ അത് കവർ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. എഞ്ചിനീയറിംഗ് ലെവലിൽ ഇന്നോവേറ്റ് ഒക്കെ ചെയ്തപ്പോ എനിക്ക് അവിടെ അത് ഒരു എന്താ പറയാ ഒരു 1.5 കൊല്ലം കൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ഒക്കെ എത്തി, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി കുറെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എനിക്ക് ഹയറിങ്ങിൽ എനിക്ക് റിമോഴ്സ് ഇല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. മനസ്സിലായി? എന്റെ കേസിൽ എന്ത് പറ്റിയെന്ന് പറയാം, എനിക്ക് ഞാൻ കൊണ്ടുവന്ന ആൾക്കാരെ അതിജീവിച്ചേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്തൊരു അവരെ എപ്പോഴും ഞാൻ ഊമ്പനോ ആവും. അതുകൊണ്ടാണ് ഞാൻ ബ്രിട്ടനിൽ പോലും ഞാൻ വേറെ ജോബ് നോക്കാൻ. ഞാൻ മനസ്സിലായില്ലേ? എനിക്ക് കൂളായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ പറ്റില്ല, കാരണം ആ കവനന്റ് ഉണ്ട്. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഇപ്പോ ഇന്ത്യയിലെ ജോലി എനിക്ക് UK ചെയ്യാമെന്ന് അനുവദിച്ച ആ ഒരു ആളോട് നമുക്കൊരു
കൂറുണ്ടാവില്ലേ? മനസ്സിലായില്ലേ? എന്നെ പലരും എന്നെ ബ്ലെയിം ചെയ്യും ഇപ്പോഴും. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ എന്താ വെച്ചാല് ഇപ്പൊ എന്റെ കൂടെ ഉള്ളവര് പോലും ഞാൻ കൊണ്ടുവന്നവര് എന്നെക്കാൾ ഏബിളാണ്. ഞാനും എന്റെ കൂടെയുള്ള എന്റെ പ്രായമുള്ള ഒരാളാണ്. ഞങ്ങൾ അവരെ വെച്ചാന്നുള്ള രീതിയിലാണ് ഇവര് ഫ്രെയിം ചെയ്യണേ. അപ്പോ ഇവരെ കൺവിൻസ് ചെയ്യുക ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാലേ നാളെ സ്റ്റാർട്ടപ്പിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊരു ഫണ്ട് ആയതുകൊണ്ട് വലിയ ക്രിമിനൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേതാണെങ്കിൽ ചിലപ്പോ ഗുണ്ടകളെ വിടും. കിട്ടിയാ അല്ലെങ്കിൽ കയ്യിൽ നിന്നുള്ള അറിയണം. അതിപ്പോ ഒരു ഗാരാജ് ഓപ്പറേഷൻ സ്കെയിൽ ചെയ്യുന്നതേ ആവുന്നുള്ളൂ. അപ്പൊ പ്രശ്നം എന്താണ്? അപ്പൊ നിങ്ങളുടെ ഫീൽഡിൽ ഇതായിരിക്കണം. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യണം. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എങ്ങനെ സർവൈവ് ചെയ്യും? അപ്പൊ അറ്റ് സം പോയിന്റ് ഇൻ ടൈം ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ സെൽഫ് ഡെവലപ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ഗ്രോത്തിൽ 10-15 കൊല്ലം ജീവിച്ചിട്ട് പിന്നെ ആ ഗ്രോത്ത് കിട്ടാണ്ടാകുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യം എന്താണ്? അത് ആ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് വിചാരിച്ച പോരെ. ആർക്കും ഏറ്റവും കൂടുതൽ വിഷമം തന്നെ തുടക്കം മുതലേ സക്സീഡ് ചെയ്തവർക്ക് വലിയ കുഴപ്പമില്ല. ഒരാൾ സക്സീഡ് ചെയ്ത് വരുമ്പോ തന്നെ അയാൾ മിഡ് ലൈഫ് കഴിഞ്ഞെന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് പ്രശ്നം തന്നെ. അയാൾക്കപ്പെട്ട ജയസൂര്യ സിൻഡ്രോം അടിക്കും. ജയസൂര്യ വിക്കറ്റൊക്കെ ഉഴപ്പി നടന്നു. അങ്ങനെ ഒരു 1995 28ാമത്തെ വയസ്സിലാണ് പുള്ളിക്ക് മനസ്സിലായത് പുള്ളി ഒരു ഭയങ്കര താരമാണ്. അപ്പൊ ശ്രീലങ്കയുടെ ആവറേജ് റിട്ടയർമെന്റ് ഏജ് അങ്ങോട്ട് 30. അപ്പൊ നാളെ ടീം പോകുന്ന പറഞ്ഞാൽ ജയസൂര്യ ഇങ്ങനെ കളിച്ച് 42ാമത്തെ വയസ്സ് വരെ പുള്ളി ടെസ്റ്റ് കളിച്ചു. വെരി ഫ്യൂ പീപ്പിൾ കുഡ് ഡു ഇറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാലോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നോളജിയിൽ നിന്ന് ബിസിനസ് അനലിസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഓപ്പറേഷൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. Then you can lead a locky life. അല്ലേ? അപ്പൊ ഭഗവത്ഗീത പാരായണം ചെയ്യാം. മറ്റേ അപ്പൊ ലെവൽ ഓഫ് അതിനാണ് എവരി മാൻ റൈസസ് ടു ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ് എന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻകോമ്പറ്റൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിച്ചാൽ പോരെ. ഞാനത് ചെയ്ത് ഇൻ മൈ 30s. മനസ്സിലായില്ലേ? late 30s. വളരെയേറെ അവസരങ്ങളൊക്കെ നൽകി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇതാണ്. നിങ്ങളൊരു അണ്ടർ അച്ചീവർ ആണ്. പിള്ളേർ നിങ്ങളെ പുച്ഛത്തോടെ നോക്കും. അമേരിക്കയിൽ പോയിട്ടില്ല. പിന്നെ ഇവരെ സോഷ്യലി നേരിടുക ചെയ്ത ഞാൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്നവരെ അതായത് പല ബുദ്ധിമാന്മാരെയും അവരുടെ ലിമിറ്റിലെത്തിക്കുകയും പോസിറ്റീവ് ആരാന്ന് പറയും. മനസ്സിലായ? അതായത് ഇപ്പൊ ഞാനിത് പറയണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ 500 പേര് കണ്ടു കഴിഞ്ഞാല് എനിക്ക് പരിചയമുള്ള ഒരു 10 പേരെങ്കിലും അതിനും മുതിരിടും. അവരുടെ ലൈഫ് കുളമായാൽ ഞാൻ ഹാപ്പി. കുളമാവാനുള്ള നല്ല പ്രോബിലിറ്റി ഉണ്ട് എതിർത്താൽ. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ എതിർക്കല്ല വേണ്ടേ. ഇതൊക്കെ ഉണ്ടെങ്കിലും വേറെ പാത്ത് ഉണ്ടെന്നുള്ള വിശ്വാസം കൊള്ളാം. ഇനിയിപ്പോ ഇതുവഴിയാണ് വീണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്ലാൻ ബി? അതിന്റെ സോഷ്യൽ കോസ്റ്റ്, കൾച്ചറൽ കോസ്റ്റ്, ഇൻഡിവിജ്വൽ കോസ്റ്റ്, സൈക്കോളജിക്കൽ കോസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് വീട്ടാൻ പോണേ? അതിന് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവരുത്. പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ എന്ത് പറ്റും? അപ്പൊ ആൾക്കാർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല. ഇപ്പൊ നിങ്ങൾ വീട്ടിലെ സ്ത്രീകളുള്ള സ്ഥലത്ത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിലെ പരാജയം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരടുത്ത ബന്ധു എങ്ങനെ തട്ടും? അല്ല, നിങ്ങൾ എങ്ങനെ തട്ടും? നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി തട്ടണം. മോനെ എന്ന് വിളിക്കാൻ പറ്റുമോ? നടക്കൂല. അത് ഞാൻ അങ്ങനെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പൊ 100ഓളം 1000ഓളം പേര് എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തില്ല. അത് കാരണം അവിടെയുള്ള എല്ലാവരും പിന്നെ ഫൈറ്റ് ചെയ്യില്ല. നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 55ാമത്തെ ആള് നിങ്ങളെ വീഴ്ത്തിയിരിക്കും. മനസ്സിലായ? അപ്പൊ നിങ്ങൾ അടുത്ത എന്റർപ്രണർഷിപ്പിൽ ചാടേണ്ടി വരും.
അപ്പൊ ആ കോസ്റ്റ് എങ്ങനെ ഇത് ചെയ്യും? അത് താങ്ങാനുള്ള കെൽപ്പുണ്ടാവും. ആ താങ്ങാനുള്ള കെൽപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വേറൊരു അനാലിസിസ് നടത്തണം. അതൊന്നും കണ്ടിട്ടില്ല. അത് നെക്സ്റ്റ് ജോബ് കിട്ടിയാലേ EMI അടയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റൂ. അപ്പൊ അവിടെയാണ് എക്വിറ്റി ഫണ്ട് വഴിയുള്ള ബിസിനസ്സിലെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും ഈ സമയത്തിന്. അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഇതിനിപ്പോ നമുക്ക് സമപ്പ് ചെയ്യാം. ഇപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആഫ്റ്റർ ആൾ ഇനർഷ്യ ഇസ് ദ ഫണ്ടമെന്റൽ ഫോഴ്സ് ഒബെയ്റ്റ്. അതായത് ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ ജീവിത സങ്കല്പം. ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ചില ടെമ്പർമെന്റുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓണർ ക്ലാസ് ടെമ്പർമെന്റ് കാണിക്കാം. ഇപ്പോൾ വേൾഡിൽ 3 തരം ക്ലാസ്സേ ഉള്ളൂ: കാറ്റൽ ക്ലാസ്, എംപ്ലോയി ക്ലാസ് ആൻഡ് ഓണർ ക്ലാസ്. അപ്പോൾ നല്ല എംപ്ലോയീസ് ആയിട്ട് തുടരട്ടെ, കാറ്റൽ ക്ലാസ്സുള്ളവർ നല്ല എംപ്ലോയീസ് ആവട്ടെ, ഈ ഓണർ ക്ലാസ്സിന് പറ്റിയില്ലെങ്കിൽ നല്ല എംപ്ലോയീസ് ആവട്ടെ, ഒരു കാറ്റൽ ക്ലാസ് ആവാതെ നോക്കട്ടെ. അപ്പോൾ ഈ 3 പദം കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനൊരു നല്ലൊരു എംപ്ലോയി ക്ലാസ് മെറ്റീരിയൽ, ഓക്കെ, പക്ഷെ എനിക്ക് ഓൺട്രപ്രണർഷിപ്പ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ സീ എവരി ജോബ് ആസ് എ ബിസിനസ്. അപ്പോൾ അതിന് ആ വാല്യൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് അതിനെ വിളിക്കുന്നത് മറ്റേ ഫിക്സ്ഡ് ടെന്യൂർ പ്രിസൺ എന്നാണ്, FTP. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 360 ദിവസം ജോലി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് റിസർവ്സ് വെച്ച് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഒരു വഴിയാണ് അത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ദെൻ കണ്ടിന്യൂ ആസ് എ ഗുഡ് എംപ്ലോയി ആൻഡ് റിട്ടയർ ആസ് എ കുറച്ച് ബുക്കൊക്കെ എഴുതുക, റിട്ടയർ ആസ് എ പേഴ്സൺ. പിന്നെ ഈ തോൽവിയുടെ ഉള്ളിലൊരു വിജയമുണ്ട്. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയം എന്നുള്ളത്, ഇപ്പൊ ബോറിസ് ബെക്കർ 1985 വിംബിൾഡൺ നേടി. പുള്ളി ഒരു 1991 നേടിയിരുന്നെങ്കിൽ പുള്ളി ബെറ്റർ ടെന്നീസ് പ്ലെയറും ആയിരുന്നു. ചിലപ്പോൾ പുള്ളി മോർ ഹാപ്പി ആവുമായിരുന്നു. He became champion very young and then defending that was such a burden for him. മനസ്സിലായില്ലേ? അതിന്റെ എഡ്ബർഗ് വന്ന്, വിലാൻഡർ വന്ന്, പിന്നെ 91 പിന്നെ വന്നപ്പോൾ ഒരു റിമാർക്കബിൾ പ്ലെയർ ആയിരുന്നു. പക്ഷെ he couldn't achieve because success came early for him. ഇനിയിപ്പോ സക്സസ് വന്നാലും ഫെയിലിയർ വന്നാലും ഒരു സാത്വിക ജീവിതം നയിക്കാന്ന് പറയും. അതായത് ബി ഇൻഡിഫറൻറ്റ് ബോത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ അച്ചീവ് എനിത്തിങ്. പിന്നെ മിക്കതിനും നല്ല സോഷ്യൽ കോസ്റ്റ് ഉണ്ട്. നോ ഫോർച്യൂൺ ഈസ് മെയ്ഡ് വിതൗട്ട് ക്രൈം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ക്രൈം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. അപ്പോ അതിനൊക്കെ ഒരു ഗട്ട്സോ ഇതൊന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ഫോർച്യൂൺ ഉണ്ടാക്കിയാൽ തന്നെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ലിവറേജ് ദാറ്റ്. നിങ്ങളുടെ മക്കൾ പുട്ടടിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. ഒരു നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്. അപ്പോ ഐ തിങ്ക് ദർ ഈസ് ബ്ലെസ് ഇൻ വിൽഫുൾ പോവർട്ടി. താങ്ക് യു. നന്ദി, നമസ്കാരം. നടക്കട്ടെ.